യെശയ്യാവ് 9:3 നമുക്കൊന്ന് വായിക്കാം. യെശയ്യാവ് 9:3 നീ വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത ജാതി വർദ്ധിപ്പിക്കുന്നു. അവർ നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെ, കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്നത് പോലെയും ആകുന്നു. ഒരു നിമിഷം കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനായ സ്വർഗ്ഗീയ നല്ല പിതാവേ, ഈ വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ വചനം സംസാരിക്കും അടിയന് കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ രക്തത്തിൽ കഴുകി ശുദ്ധീകരിച്ച് ജ്ഞാനത്തിന് കൃപയിൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തെ വിരോധമായി, കേൾവിക്ക് വിരോധമായി വ്യാപരിക്കുന്ന സകല തടസ്സത്തെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു, ഭർസിക്കുന്നു. കർത്താവേ, ഇന്ന് വചനത്തിൻ്റെ മർമ്മ ആഴങ്ങൾ വെളിപ്പെടുവാൻ ദൈവം ഏത് ആത്മാവിലാണോ ഇത് എഴുതപ്പെട്ട അതേ ആത്മാവിൽ സംസാരിക്കാൻ ഇടവരുത്തണം. ഈ വചനം കേൾക്കുന്ന ഓരോ മക്കൾക്കും ഇവിടെ ആയിരിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ ചാനലിലൂടെ മന്ന TV ചാനലിലൂടെ ശ്രവിക്കുന്ന ദൈവമക്കൾ, മീഡിയ ടുഡേയിൽ ശ്രവിക്കുന്ന ദൈവമക്കൾ, യൂട്യൂബ് ചാനലിലൂടെ ശ്രവിക്കുന്ന ദൈവമക്കൾ ഏവരെയും ഇത് ഇവിടെ മാത്രം സകല ലോക രാജ്യങ്ങളിൽ എത്തത്തവണ അനുഗ്രഹിക്കപ്പെടുവാൻ, കേൾക്കുന്നവർക്ക് അനുഗ്രഹവും വിടുതൽ പ്രാപിക്കത്തക്കണം. ഈ വർഷത്തിൻ്റെ മേൽ ദൂതുകളും അനുഗ്രഹമായ ദൈവം അവരുടെ ജീവിതത്തിൽ മറുപടി കൊടുക്കത്തക്കവണ്ണം ഈ സൂചന കേൾക്കുമ്പോൾ കർത്താവെ നിന്ന് കേൾക്കത്തക്കവണ്ണം ചാനൽ മാറ്റുവാനോ യൂട്യൂബ് ചാനൽ മാറ്റുവാനോ വരുത്താതെ ആത്മഭാരത്തോടെ കേൾക്കത്തക്കവണ്ണം ദൈവകൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ താഴ്ത്തുന്ന കർത്താവ് ഓരോ മക്കളെയും ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിന് മുമ്പിൽ അവിടുത്തെ കൃപയിൽ പൊതിയണം, അവിടുന്ന് അദൃശ്യനായിരിക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവനാമത്തിന് മഹത്വമുണ്ട്. നമുക്ക് ഈ വർഷത്തിലെ വാഗ്ദത്ത വചനം എത്ര പേര് കാണാതെ പഠിച്ചിട്ടുണ്ട്? അത് കാണാതെ പഠിക്കണം. നമ്മെല്ലാം അറിയണം. നീ വർദ്ധിച്ചിട്ടില്ലാത്ത ജാതി വർദ്ധിക്കുകയും അവർ നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കും പോലെയും ആകുന്നു. എത്ര പേർക്ക് കാണാൻ പറയാൻ പറ്റും? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എല്ലാവരും പറയേണ്ടി വരും കേട്ടോ. ഈ വചനം കാണാതെ പഠിച്ചു വെച്ച് പറയണം. ഹല്ലേലൂയ. എന്നാൽ അതിനകത്തൊരു അനുഗ്രഹമുണ്ട്. ആമേ. ഇന്നത്തെ വാക്യം എന്ന് പറയുമ്പോൾ നമ്മൾ വർദ്ധിപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. അടുത്ത് സന്തോഷം. നമുക്ക് എങ്ങനെ സന്തോഷം? കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെയും. ഹല്ലേലൂയ. അടുത്ത വാക്യം പറയുന്നു, ഏത് സന്തോഷം? കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെയും. ഒരു കൊയ്ത്തുകാലത്തൊരു സന്തോഷമുണ്ട് ദൈവമക്കളെ. 2024 ഒരു കൊയ്ത്തുകാലമാണ്. നമുക്കൊരു കൊയ്ത്തുകാലത്തൊരു സന്തോഷമുണ്ട്. കൊയ്യുമ്പോൾ ഒരു സന്തോഷമുണ്ട്. വിതയ്ക്കുമ്പോൾ ഭാരപ്പെട്ട് കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും. 2023 നീ കണ്ണുനീരോടെ വിതച്ചിട്ടുണ്ടെങ്കിൽ ആർപ്പോടെ കൊയ്യുന്ന 2024 ആമേൻ. വിതയ്ക്കുന്നവൻ കൊയ്യും. അത് സന്തോഷത്തോടെ ആയിരിക്കും. കഴിഞ്ഞ ഉപവാസ പ്രാർത്ഥനയിൽ കരഞ്ഞും നിലവിളിച്ച് ആമേ വരും ദിവസങ്ങൾ ഉപവസിക്കുന്നതെല്ലാം അത് വിതയ്ക്കുന്നതാണ്, കൊയ്യുന്നതാണ്. ആമേ, നമ്മൾ വിതയ്ക്കുന്നത് അത് സന്തോഷത്തോടെ. ഇത് എങ്ങനെയാണ് വിതയ്ക്കുന്നത്? എങ്ങനെയാണ് നമ്മൾ സന്തോഷിക്കുന്നത്? സന്തോഷം എങ്ങനെയാ? കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെയാണ്. കൊയ്ത്തുകാലത്തുണ്ടാകുന്ന ഒരു സന്തോഷത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ആമേ. രൂത്തിന്റെ പുസ്തകം 2:16. അവളെ ഉപദ്രവിക്കരുത്, പിറക്കേണ്ടതിന് അവൾക്കായിട്ട് കറ്റകളിൽ നിന്ന് വലിച്ചിട്ടേക്കണം, അവളെ ശകാരിക്കരുത് എന്ന് കൽപ്പിച്ചു. അവളെ ഉപദ്രവിക്കരുത്, പിറക്കേണ്ടതിന് അവൾക്കായിട്ട് കറ്റകളിൽ നിന്ന് ചിലത് വലിച്ചിടണം, അവളെ ശകാരിക്കരുത്. 2024 നിനക്ക് വേണ്ടി ചിലത് വലിച്ചിടുന്ന ദൈവമാണ്. ദൈവം വലിച്ചിട്ട് തരും കുഞ്ഞേ. ഈ വർഷം നിനക്ക് ചില നന്മകൾ, അനുഗ്രഹങ്ങൾ വലിച്ചിട്ട് തരും. ആമേ. നീ പോകുമ്പോൾ, ആമേ, കൊയ്ത്തുകാരെ പിന്നാലെ പോകുമ്പോൾ നമുക്ക് ചിലത് വലിച്ചിടും. നിങ്ങൾ വിചാരിക്കും, എവിടെയാണ് കൊയ്ത്ത്? എങ്ങനെയാണ് കൊയ്ത്ത്? ആര് വലിച്ചിടും? ആമേ. ഹല്ലേലൂയ. നമുക്ക് നോക്കാം. 2:1. നവോമിക്ക് തന്റെ ഭർത്താവായ എലിമേലെക്കിന്റെ കുടുംബത്തിൽ മഹാധനവനായ ഒരു ചാർച്ചക്കാരൻ ഉണ്ടായിരുന്നു. അവന് ബോവാസ് എന്ന പേർ. നോക്കിക്കോളണം. നവോമിക്ക് തൻ്റെ ഭർത്താവായ എലിമേലെക്കിന്റെ കുടുംബത്തിന് മഹാധനവായ ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അവർ സ്വന്തക്കാരനായിരുന്നു. ആ വ്യക്തിയെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. അത് ബോവാസ് എന്ന പേർ. ആമേ. അവരുടെ കുടുംബത്തിൽ തന്നെ ഒരു മഹാധനവാൻ ഉണ്ടായിരുന്നു. ആ വ്യക്തിയുടെ പേരാണ് ബോവാസ് എന്ന പേർ. 2ാം വാക്യത്തിൽ, എന്നാൽ സ്ത്രീയായ രൂത്ത് നവോമിയോട് ഞാൻ വയലിൽ ചെന്ന് നോക്കണം, ഞാൻ വയലിൽ ചെന്ന് എന്നോട് ദയ കാണിക്കുന്നവനെ ആശ്രയിച്ച് കതിർ പറക്കട്ടെ എന്ന് ചോദിച്ചു. ഇത് നോക്കിക്കോണം. അവൾ മോവാബ് സ്ത്രീയാ. ബെത്ലഹേമിൽ വന്ന സമയത്ത്
ഇവിടെ ബെത്ലേഹേമിൽ അനുഗ്രഹം ഉണ്ടെന്ന സമയത്ത് ബെത്ലേഹേമിൽ വന്നു എന്നിട്ട് അമ്മാവിയമ്മയോട് പറഞ്ഞു, നമ്മയോട് ഞാൻ ഒരു വയലിലേക്ക് പോകും, അവിടെ ചെന്ന് പിറക്കട്ടെ. ഹല്ലേലൂയ. ദൈവ പൈതലേ, നീ ഇറങ്ങുന്ന ആരെ വയലിൽ പോണമെന്ന് സ്വർഗം കണ്ടിട്ടുണ്ട്. ഒരുപാട് വയലുകളുണ്ടെന്ന് ഇന്ന് നോക്കുമ്പോൾ തിരുവനന്തപുരത്ത് വയലുണ്ട്, പട്ടത്ത് വയലുണ്ട്, പ്ലാമൂട് വയലുണ്ട്, മെഡിക്കൽ കോളേജിന്റെ അടുത്താണ്, തമ്പാനൂരുണ്ട്, കാട്ടാക്കടയുണ്ട്, എല്ലാ സ്ഥലം നെയ്യാറ്റിൻകരയുണ്ട്, പാലോട്, വിതിര, സകല സ്ഥലത്തും വയലുണ്ട്. ഈ സകലത്തും വയലുള്ളപ്പോ എല്ലാ വയലിൽ പോകാൻ നമുക്ക് വ്യവസ്ഥയില്ല, പക്ഷേ നീ ഇറങ്ങുന്ന സ്വർഗം കണ്ടിട്ടുണ്ട് ഒരു വയല്. ആമേ, ഹല്ലേലൂയ. നമ്മൾ ഒരുപാട് വയലുകൾ കാണാം. നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ ഒരുപാട് വയലുകൾ കാണാം. എല്ലാ വയലിൽ ചെന്നും നമുക്ക് അനുഗ്രഹം കിട്ടത്തില്ല. പക്ഷെ നിനക്കിറങ്ങുമ്പോൾ ദൈവം കരുതുന്ന ദൈവം നിനക്ക് വേണ്ടി കരുതുന്ന ദൈവം. നീ ദൈവത്തെ അവിടെ രൂത്ത് അമ്മാവിയമ്മയോട് പറഞ്ഞു, നിന്റെ ദൈവം എൻ്റെ ദൈവം എന്ന് പറഞ്ഞു. അവിടെ ഒരു വാക്യം പറഞ്ഞു, നിന്റെ ദൈവം എൻ്റെ ദൈവം. നിന്റെ ദൈവത്തെ എൻ്റെ ദൈവമാക്കി സ്വീകരിച്ചപ്പോ സ്വർഗത്തിലെ ദൈവം ഒരു വയലൊരുക്കിയിട്ടുണ്ട്. ജീവനുള്ള ദൈവത്തെ സ്വീകരിച്ചപ്പോ മോവാബ് സ്ത്രീ അവിടത്തെ വിഗ്രഹങ്ങളെ വിട്ടു, പാപത്തെ വിട്ടു, ജീവനിലേക്ക് മടങ്ങി വന്നപ്പോ ഒരു തീരുമാനമെടുത്തു, ഞാനൊരു വയലിലേക്ക് പോകും. ആ വയൽ കൊയ്ത്ത് എല്ലാ വയലിലും നമുക്ക് പോകാൻ പറ്റത്തില്ല. ദൈവവയലെ എല്ലാ വയലിൽ പോകാൻ പറ്റത്തില്ല. ചില വയലിൽ നമുക്ക് അനുവാദമില്ല. നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കളവറക്കാനാണ് പോകുന്നത്. കൊയ്ത്തുകാരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അവിടെ കളവറുമ്പോൾ ചിലർ പറയും തറയെ വീഴുന്നാൽ പോലും കൊടുക്കത്തില്ല, അല്ലേ? ചിലവർ മൂട്ടി വീഴുന്നാൽ പോലും പറക്കത്തില്ല. അവർ പറയും, എൻ്റെ വയൽ വരാൻ പാടില്ല, എൻ്റെ വയൽ വരല് എനിക്കിഷ്ടമില്ല, നിന്നെ എൻ്റെ വയൽ കയറ്റാൻ എനിക്കിഷ്ടമില്ല. ഹല്ലേലൂയ. ഒരുപാട് വയലുകൾ കാണാം. അപ്പോൾ അവിടെ ചിലർ വയലിൻ്റെ അതിരിൽ പോലും ചവിട്ടാൻ താമസിക്കാത്ത ആൾക്കാരുണ്ട്. ആമേൻ, ഹല്ലേലൂയ. പക്ഷെ നീ ഇറങ്ങുമ്പോൾ നിനക്ക് അനുവാദം തരുന്നൊരു ദൈവമുണ്ട്. മറക്കരുത് മോളെ, നിനക്ക് വേണ്ടി ഒരു വയൽ ഒരുക്കുന്നുണ്ട് കേട്ടോ. നിനക്കൊരു വയൽ ഒരുക്കുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ആ വയൽ യഥാർത്ഥമായി ആരെങ്കിലും പിടിച്ച് ഇറക്കി വിടുമ്പോൾ വയൽ മാറി മാറി കയറല്. 2024 വയൽ മാറി കല്. ഈ വയലിൽ നിന്ന് ശരി വിളയത്തില്ല, അപ്പുറത്തെ വയലിൽ ചെന്നാൽ വിളയത്തില്ല, അവിടത്തെ വയലിൽ ചെന്ന് വിളയാൻ പറ്റത്തില്ല. മാറി കൃഷി വിളയാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു വയലിലും വിളയത്തില്ല. ഹല്ലേലൂയ. ദൈവമാക്കി വെച്ചിരിക്കുന്ന വയൽ നിന്നാൽ മാത്രമേ അത് പറക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് നോക്കുമ്പോൾ എല്ലാ വയലും ഒരുപോലെ ആയിരിക്കും. നിങ്ങൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുന്നുണ്ടോ? ഗോതമ്പ് പാടം നോക്കുമ്പോൾ ഞങ്ങൾ ഏതോ സ്ഥലത്ത് നിന്നും ഒരു രാത്രി ഒരു പകൽ നോക്കുമ്പോൾ മൊത്തം ഗോതമ്പ് പാടമായിരുന്നു. സ്ഥലം ഓർമ്മയില്ല, അത് വിട്ടുപോയി. അതുപോലെ തന്നെ നെൽപ്പാടം കണ്ടു കഴിഞ്ഞാൽ ഒരു അറ്റം വരെ നെൽപ്പാടമാ. അതുപോലെ തന്നെ ചോളം കൃഷിയാണെങ്കിൽ ഒരിടത്ത് തുടങ്ങി അറ്റം വരെ ചോളം കൃഷിയാണ്. അത് മൊത്തം ആരെ വകയെന്ന് പറയുന്നത് ഒരാളെ വകയൊന്നും അല്ല, ഇങ്ങനെ കിടക്കുകയാണ്. എല്ലായിടത്തും ചെന്ന് നമുക്ക് എടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഹല്ലേലൂയ. ദൈവഹിതമനുസരിച്ചുള്ളിടത്ത് മാത്രമേ നമുക്ക് ചെന്ന് എടുക്കുവാനും പറക്കുവാനും പറ്റുന്നതാണ്. നമ്മളവിടെ കൊടുത്തിട്ടൊന്നുമല്ല. നമുക്കവിടെ ചെന്ന് പറക്കണമെങ്കിൽ ഒരു ദാരിദ്ര്യം കഴിഞ്ഞു ഒരു ബെത്ലേഹേമിൽ വന്ന സമയത്ത് അവർ കള പറക്കാൻ വേണ്ടി പോകുന്നത് കുടുംബക്കാരനായാലും ശരി തന്നെയാണ്, ബന്ധുക്കളായാലും ചേർച്ചകൾ ആരുമായിക്കോട്ടെ. പക്ഷെ ദൈവഹിതമില്ലാത്ത വയലിൽ പോയി കഴിഞ്ഞാൽ നമ്മളെ കഴുത്തി തൂക്കി വെളിയെറിയും. ഹല്ലേലൂയ. ഇപ്പൊ ബന്ധത്തിലൊരാണ് ഒരു നല്ല ആൾക്കാരുണ്ടെന്ന്, അല്ലെങ്കിൽ ബന്ധത്തിൽ നമ്മൾ പ്രിയപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാലും എല്ലാവരും സ്വീകരിക്കണമെന്നില്ല. ദൈവ പൈതലേ, എല്ലാവരും നിങ്ങളെ ഉൾക്കൊള്ളണമെന്നില്ല. പക്ഷേ ദൈവഹിതം അനുസരിച്ച് ദൈവത്തിന്റെ പദ്ധതിക്കകത്താണെങ്കിൽ ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകും. 2ാം വാക്യത്തിൽ പറയുന്നു, എന്നാൽ മോവാബ് സ്ത്രീയായ രൂത്ത് നൊമമിയോട്, ഞാൻ വയലിൽ ചെന്ന് എന്നോട് ദയ കാണിക്കേണ്ടതിന് ആശ്രയിച്ച് കഥ പറക്കട്ടെ എന്ന് ആദ്യത്തെ അനുവാദം ആരുടെ ചോദിക്കണം? അമ്മാവി അമ്മയോട് ചോദിക്കണം. നീ യാത്ര ഇറങ്ങുന്നുമ്പേ, ഒരു യാത്രയ്ക്ക് പോകുന്നുമ്പേ നിന്റെ അമ്മാവിയമ്മയോട് ചോദിക്കണം, അമ്മ
ഞാൻ ഇന്നടുത്ത് പോട്ടെ. ഇന്നത്തെ മരുമകൾ ചോദിക്കുമോ? ചോദിക്കാനും സമയമില്ല. കാര്യം എന്താണ്? നീ എൻ്റെ അമ്മായിയമ്മയായി പോയില്ലേ? ഹല്ലേലൂയാ. ഇല്ല, അമ്മാവി അമ്മയ്ക്ക് കൊടുക്കാനുള്ള സ്ഥാനം നീ കൊടുത്തേ പറ്റു കുഞ്ഞേ. അമ്മാവി അമ്മയ്ക്ക് കൊടുക്കുക. ഈ വർഷത്തിൽ അമ്മായി അമ്മയ്ക്ക് 2024 ഒരുപാട് പ്രാധാന്യമുണ്ട്. ആദ്യം നീ ഇരിക്കുമ്പം പോകുന്നതും ഒരു അനുവാദത്തിന് വേണ്ടി അമ്മാവി അമ്മയോട് ചോദിക്കണം. കുടുംബക്കാരോട് നീ ചോദിക്കണം. ഞാൻ പോകേണ്ട വയല് ആമേ എനിക്കറിയത്തില്ല, പക്ഷെ എന്റെ ദൈവത്തിന് അറിയാം. നീ എനിക്ക് അനുവാദം തരണം. കാര്യം എന്താ? ഞാൻ അന്യ സ്ത്രീയാണ്. ആരാ? ഞാൻ അന്യ സ്ത്രീയാ. ഹല്ലേലൂയാ. നമ്മളൊരു അന്യ വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ, കല്യാണം കഴിഞ്ഞ് അന്യ വീട്ടിൽ ചെല്ലുമ്പോഴേ മാന്യമര്യാദയ്ക്ക് അടങ്ങിയിരുന്നൊക്കെ പോയി ജീവിച്ചൊക്കെ പോവാം. ചെന്ന ഉടനെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം, ഞാൻ വന്ന് കയറിയവളാ. എപ്പോഴും ഒരു അനുവാദം ചോദിക്കുന്നത് നല്ലതായിരിക്കും. അത് എപ്പോഴും വേണം. ജീവിതകാലം മുഴുവനും ഒരു അനുവാദത്തോടെ പോകുന്നത്. നിങ്ങൾ പറയും, ഇതെന്തിനാ ഇപ്പോൾ ഇങ്ങനെ പറയുന്നത്? ആ ദൂതിലോട്ട് കൊണ്ടുവരിക. 2024 അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ചോദിക്കുക, ഞാൻ വയലിൽ ചെന്ന് എന്നോട് ദയ കാണിക്കണമെന്നവനെ ആശ്രയിച്ച് കതിർ തുറക്കട്ടെ എന്ന് ചോദിച്ചു. എന്നാൽ കൊയ്ത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവരെ കയ്യിൽ നിന്നും വീഴുന്ന ചിലതൊക്കെ അവരിടുന്നതല്ല. ഈ കറ്റ അറുക്കുമ്പോൾ ചിലത് തറ വീഴും. അത് പറവകൾക്കും അനാഥകൾക്കും എല്ലാം ഉള്ളതാണ് തറ വീഴുന്നത്. പക്ഷെ കതിലുള്ളത് കൃത്യമായിട്ട് കൊണ്ടുപോകും. അത് തറ ശേഷിക്കുന്നത് അവർ കൊണ്ടുപോയ ശേഷം കതിർ അറുത്തുകൊണ്ട് പോകുന്നവർ മുമ്പിലല്ല പോകുന്നത്, ബാക്കിലോട്ടാ. മുമ്പേ വയലറുത്തറുത്ത് പോകും. ജോലിക്കാരൻ അറുത്തറുത്ത് പോകും. അതിൻ്റെ ബാക്കിൽ ചെന്ന് എന്താണ് ഒരു പാത്രം അല്ലെങ്കിൽ ഒരു വട്ടിയുമായിട്ട് അല്ലെങ്കിൽ എന്താണ് അതിൻ്റെതായ ഒരു ക്രമീകരണം ചെയ്ത് പറക്കുന്നതിന് വേണ്ടി അങ്ങനെ കടന്നു പോവുകയാണ്. ഞാൻ പറക്കിക്കൊള്ളട്ടെ എന്ന് ചോദിച്ചു. മൂന്നിൽ പറഞ്ഞു, പോയിക്കൊള്ളുക മകളെ. അവൾ പോയി വയലിൽ കൊയ്ത്തുകാരുടെ പിന്നാലെ ചെന്നു പെറുക്കെ. ഭാഗ്യവശാൽ അവൾ എൽമേൽക്കിന്റെ കുടുംബക്കാരനായ ബോവസിനുള്ള വയലിലായിരുന്നു ചെന്നത്. പക്ഷെ അവർക്കറിയത്തില്ല ഇത് ആരെ വയലാണെന്ന്. പോയ വ്യക്തിക്ക് അറിയത്തില്ല. പക്ഷേ ചെന്ന് കയറി കൊടുത്തത് അവരെ കുടുംബത്തിലുള്ള ബന്ധുവായുള്ള ബോവാസിന്റെ വയലായിരുന്നു. അത് നീ ചെന്ന് കയറിയതല്ല, ദൈവം നിന്നെ കൊണ്ട് എത്തിച്ചതാണ്. കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. നീ വന്നതല്ല, ദൈവം നിന്നെ കൊണ്ടുവന്നതാണ്. കരമടിച്ച് ഞാൻ വന്നതല്ല, ദൈവം എന്നെ ഈ വയലിൽ കൊണ്ടുവന്നതാ. ഇന്ന് ഈ മുറിഞ്ഞ പാലം വയലിലേക്ക് ദൈവം കൊണ്ടുവന്നതാ. നിന്നെ ഈ വയലിൽ കൊണ്ടുവന്നതാ. ഞാൻ വന്നതല്ല. ഇന്ന് ഈ മുറിഞ്ഞ പാലം സഭയിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് നീ വന്നതല്ല, എന്റെ കർത്താവ് യേശു നിന്നെ കൊണ്ടുവന്നതാ. ഒരു അനുഗ്രഹത്തിലേക്ക് 2024 ഈ സഭയെ ദൈവം അനുഗ്രഹത്തിലേക്ക് എത്തിക്കുക. ഇവിടെ ഇരിക്കും. ഇവിടെ മാത്രമല്ല, ഈ വചനം കേൾക്കുന്ന ദൈവമക്കളെ നിങ്ങൾ അനുഗ്രഹത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങളെ കരം പിടിച്ചുയർത്തുന്ന ഒരു ദൈവമുണ്ട്. മറന്നു പോകരുത്. നീ കൊയ്ത്തുള്ള സമയത്താ വന്നത്. 2024 കൊയ്ത്തുള്ള സമയത്താ നീ വന്നത്. ഹല്ലേലൂയാ. കൊയ്ത്തിന്റെ ആരംഭം കുറിച്ചിരിക്കുന്നു അല്ലേ? ഇന്ന് കൊയ്ത്തിന്റെ ആരംഭം കുറിച്ചിരിക്കുകയാണ്. ഇന്ന് ഞാൻ ഉപവാസം കുറിച്ചിരിക്കുകയാണ്. ഇത് കൊയ്ത്തിന്റെ സമയമാണ്. ഹല്ലേലൂയ. ഇന്ന് മുതൽ സഭ 7 ദിവസം ഉപവസിക്കുമ്പോ ഞാൻ 8 ദിവസം ഉപവസിക്കുമ്പോ പൂർണ്ണമായിരിക്കുമ്പോ കൊയ്ത്തിന്റെ സമയമാണ്. ഇന്ന് ഇവിടെ വന്ന് പറക്കുന്നവർക്കെല്ലാം ഭയങ്കര അനുഗ്രഹമായിരിക്കും. കാര്യം എന്താണ്? ഞങ്ങൾ മുമ്പേ പോകുമ്പോ, ഞങ്ങൾ ദൈവമക്കൾ ദൈവദാസന്മാര് ഞങ്ങൾ മുമ്പേ പോകുമ്പോ ഇതിന്റെ ബാക്കിൽ നിന്ന് ചിലർ വരുന്നുണ്ട്. ചിലർ വരുന്നുണ്ട്. ഈ വയലിലേക്ക് ദൈവം ചിലരെ കയറ്റി വിടുന്നുണ്ട്. 2024 ഈ സഭയിൽ ദൈവ ചില വ്യക്തികളെ, ചില കുടുംബങ്ങളെ ദൈവം കയറ്റി വിടുന്നുണ്ട് കേട്ടോ. കരമടിച്ചു ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ചിലതിനെ കയറ്റി വിടുന്നുണ്ട്. ചിലതിനെ കയറ്റി വിടുന്ന വർഷമാണ്. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, അങ്ങനെ അവൾ പോയി വയലിൽ കൊയ്ത്തുകാരുടെ പിന്നാലെ ചെന്നു.
അല്ല, ദയ കാണിക്കേണ്ടതിന് ആശ്രയിച്ചവൾ കതർ പറക്കേണ്ടതിന് ചോദിച്ചു. ആദ്യം പറക്കേണ്ടത് അനുവാദം ചോദിച്ചു. പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ പോയി വയലിൽ കൊയ്ത്തുകാരുടെ പിന്നാലെ ചെന്നു പെറുക്കി. ഭാഗ്യവശാൽ അവൾ എലിമേലെക്കിന്റെ കുടുംബക്കാരനായ ബോവാസിലെ വയലിലായിരുന്നു ചെന്നത്. അപ്പോൾ ഇതാ ബോവസ് ബെത്ലഹേമിൽ നിന്ന് വരുന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ കൊയ്ത്തുകാരോട് യഹോവ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. നോക്കിക്കോളാം, നീ വയലിൽ കാല് വെച്ചതും അടുത്ത് വയലിന്റെ ഉടമസ്ഥനായ ബോവാസ് അതാ വരുന്നുണ്ട്. മനസ്സിലായില്ല. നീ കാല് വെച്ചപ്പോ തന്നെ സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി ചിലത് ഇതാ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നുണ്ട്. നീ ഉപവസിക്കാൻ തയ്യാറായപ്പോ, നീ പ്രാർത്ഥിക്കാൻ തയ്യാറായപ്പോ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് തുടക്കമായി. ആമേൻ, ഹല്ലേലൂയ. ഇതാ വയലിലെത്തിയ സമയത്ത് ബോവാസ് ആ വയലിലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, അവൻ കൊയ്ത്തുകാരോട് യഹോവ നിങ്ങളെ കൂടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. നിന്നെ അനുഗ്രഹിക്കട്ടെ. കൊയ്ത്തുകാരെ പറയുന്നതാണ്, യഹോവ നിങ്ങളോട് കൂടെ ഈ വർഷം നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. ആമേ, യഹോവ ഈ വർഷം നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. തിരിച്ചു പറയണം, യഹോവ നിന്നെ അനുഗ്രഹിക്കട്ടെ. യഹോവ നിന്റെ കൂടെ ഇരിക്കട്ടെ എന്ന് പറയുമ്പോ യഹോവ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറയണം. തിരിച്ച് ബ്ലസ് ചെയ്യുന്ന രീതിയിൽ ഒരുവൻ അനുഗ്രഹിക്കുമ്പോ ഈ വർഷം അനുഗ്രഹത്തിന്റെ വർഷമാണ്. 2024 യഹോവ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. 2024 സ്വർഗ്ഗം നിന്നെ നോക്കി പറയുന്നു, ദൈവം നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ഹല്ലേലൂയ. ആ സമയത്ത് പറയുന്നു, അവൻ നിന്റെ കൂടെ ഇരിക്കട്ടെ. ഈ വർഷം നിന്റെ കൂടെ ഇരിക്കുന്ന ദൈവം, നിന്റെ കൂടെ ഇരിക്കുന്ന ദൈവം. ആമേൻ, നിന്റെ കൂടെ ഇരിക്കും. എത്ര പേർക്ക് ഉറപ്പുണ്ട് ഈ 2024 കർത്താവായ യേശു ക്രിസ്തു എന്റെ കൂടെ ഇരിക്കും? ഉറപ്പുള്ളവർ കരമടിച്ചു ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഒരു ഉറപ്പ് വേണം, അകത്തൊരു ഉറപ്പ് വേണം. ഞാൻ രക്ഷപ്പെടുമെന്ന് നിനക്കൊരു ഉറപ്പ് വേണം. ഉറപ്പുള്ളവൻ മാത്രമേ രക്ഷപ്പെടത്തുള്ളൂ. ഉറപ്പുള്ളവൻ മാത്രമേ കയറി വരത്തുള്ളൂ. ഉറപ്പുള്ളവൻ മാത്രമേ പ്രാപിക്കത്തുള്ളൂ. ഓ റിബബബ ശബലബ അഥലബ രഗലബ ശദനബ റിഗമനെ അടനബ രഗനബ ശംദൽ പ്രൗഢബ രാജബദീന രഗനെ ധീന രഗനെ. ഹല്ലേലൂയ. അനുഗ്രഹങ്ങളെ കൈമാറുക, പരസ്പര അനുഗ്രഹങ്ങളെ കൈമാറുകയാണ്. അനുഗ്രഹങ്ങളെ കൈമാറുക. ഒരുവൻ അനുഗ്രഹിക്കുമ്പോ തിരിച്ച് ബ്ലസ് ചെയ്യത്തക്കണ സ്വർഗ്ഗം നമ്മുടെ മേൽ വ്യാപരിക്കുന്നുണ്ട്. ഈ വർഷം ദൈവത്തിന്റെ പേര് പറയുന്നവർക്ക് അനുഗ്രഹം, യേശുവിന്റെ പേര് പറഞ്ഞ് പോണവർക്ക് അനുഗ്രഹം കിട്ടും. നീ യേശുവിന്റെ പേര് പറഞ്ഞ് ഇറങ്ങി നോക്കൂ, ഭയങ്കര അനുഗ്രഹമായിരിക്കും. അതാ യഹോവ നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. വേറെ ആരെങ്കിലും പേര് പറഞ്ഞിട്ട് നാളെ നിങ്ങൾ ഇറങ്ങി നോക്ക്, എന്നിട്ട് എന്നെ വിളിക്കണം. ബ്രദറെ കിട്ടിയില്ല കേട്ടോ. അപ്പോൾ മനസ്സിലാക്കണം ആരെ പേര് പറഞ്ഞിട്ടാണ് പോണേന്ന്. എവിടെയെങ്കിലും ചെന്ന് അല്ലേ, കഴിഞ്ഞ ദിവസം ഒരു സഹോദരി ഇവിടെ പള്ളിയിൽ വന്നു. പള്ളിയിൽ വന്നിട്ട് ഒറ്റ ദിവസമാണ് വന്നത്. കുറേ ദിവസം കാണാനില്ല. ഈ ആഴ്ച ഇവിടെ വന്ന് യാദൃശ്ചികമായി ഞാൻ ഉച്ചയ്ക്ക് ഉണ്ണാൻ വേണ്ടി ഇറങ്ങിയ സമയത്ത് പെട്ടെന്ന് വന്നു. ഞാൻ കേട്ട് നിങ്ങളെ കാണാനില്ലല്ലോ. അപ്പോഴാണ് അവർ പറയുന്നത്, ഞാൻ ഇവിടുന്ന് പള്ളിയേരം കഴിഞ്ഞിട്ട് ഞാൻ വേറെ സ്ഥലത്ത് പോയി ഇങ്ങനെ തൊഴുതതേ ഉള്ളൂ. വേറൊന്നും ചെയ്തില്ല, ഇങ്ങനെ തൊഴുതു. വേറൊന്നും സംഭവിച്ചില്ല. ഒരു ബൈക്ക് വന്ന് ഇടിച്ചങ്ങ് തെറിപ്പിച്ചു. ഇത്രയേ ഉള്ളൂ, വേറൊന്നും, ചെറിയൊരു കാര്യം. ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി, ഇവിടെ തൃപ്തിപ്പെട്ടില്ല, വേറെ സ്ഥലത്ത് തൊഴുതു. ഇപ്പം മനസ്സിലാവുന്നുണ്ടല്ലോ ഈ പറയുമ്പോൾ. തൊഴുതിട്ട് നീങ്ങിയപ്പോൾ ഒരു ബൈക്ക് വന്ന് ചീറിപ്പാഞ്ഞു, എന്നെ അങ്ങ് ഇടിച്ചിട്ടു. ഞാൻ പഞ്ചറായി പോയി. ബ്രദറെ, പഞ്ചറായാലും പഠിക്കാത്ത ചിലതുണ്ട്. അല്ലേ, എന്ത് രക്ഷിച്ചില്ലേ? അവിടെ രക്ഷിച്ചില്ലേ? അല്ലേലിയ. തൊഴമ മനസ്സിലാക്കണം, നീ പഞ്ചറായി പോകും. നിന്റെ ആമേ ബാൽറ്റൂവ് ഊരുവാൻ ആർക്ക് പറ്റും? സാത്താന് പറ്റും. പക്ഷെ ദൈവം നിന്നെ അനുഗ്രഹിക്കും. ആമേ, ഹല്ലേലൂയ. ദൈവം പറഞ്ഞു,
യഹോവ നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് അവനോട് പറഞ്ഞു. അതിൽ കൊയ്ത്തുകാരുടെ മേലാളായ ഭൃത്യനോട്, എന്നുവെച്ചാൽ എല്ലാത്തിനും ഒരു മേലാളിയുണ്ട്, അധികാരികൾ, ഒരു വ്യക്തിയുണ്ട്. എവിടെയും നമുക്കറിയാം ഒരു വ്യക്തി കാണും, എവിടെ മേലാളായ ഒരാൾ കാണും. ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിച്ച് കൊണ്ടുപോകുന്ന ഈ മേലാളിനോട് പറഞ്ഞു, ഭൃത്യനോട്, ഈ യുവതി ഒരുപാട് യുവതിമാർ കൊയ്തുകൊണ്ടിരിക്കുന്നു, പക്ഷെ ഈ യുവതി ഏതെന്ന് ബോവാസ് ചോദിച്ചു. കൊയ്ത്തുകാരുടെ മേലാളായ ഭൃത്യൻ ഇവൾ മോവാ ദേശത്തു നിന്നും വന്ന നവോമിയോട് കൂടെ വന്ന മോവാബ് യുവതിയാകുന്നു. ഞാൻ കൊയ്ത്തുകാരുടെ പിന്നാലെ കറ്റകളുടെ ഇടയിൽ പെറുക്കിക്കൊള്ളട്ടെ എന്ന് അവൾ ചോദിച്ചു. ഉടമസ്ഥനോട് ചോദിക്കണം. എത്രയും ഭൃത്യന്മാരും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ആരൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഉടമസ്ഥനോട് അനുവാദം ചോദിക്കണം. ആദ്യം ഒരു അനുവാദം വാങ്ങുന്നത് അനുഗ്രഹമാണ്. 2024 ഒരു അനുവാദം വാങ്ങണം. ദൈവത്തിൻ്റെ അനുവാദമില്ലാതെ ഒരു കാര്യവും നിങ്ങൾ ചെയ്യരുത്. ദൈവം അനുവദിച്ചാൽ മാത്രമേ ഇറങ്ങാവൂ, ദൈവം അനുവദിച്ചാൽ മാത്രമേ പോകാവൂ. ദൈവ അനുവാദമില്ലാതെ വിളിച്ച് ഫോൺ വരെയാണ്, മോനെ കാള പെറ്റടാ, നീ കയറ് വാങ്ങിച്ചുകൊണ്ട് വാ. ചെന്ന് ചാലേ ചെന്ന് ഒരു 500 മീറ്റർ കയറ് വാങ്ങിച്ചുകൊണ്ട് നേരെ ഓടി അവിടെ ചെല്ലുമ്പോൾ കാളയല്ല പെറ്റത്, അമ്മയാണ് പെറ്റെന്നറിയാൻ പറ്റും. ഹല്ലേലൂയ. അങ്ങനെ പോകരുത്. എവിടെയും നിന്ന് ആലോചന അല്ലാതെ ചാടി ഇറങ്ങി പോകരുത്. 24 ദൈവം നിനക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു അനുവാദത്തിന് വേണ്ടി നീ കാത്തിരിക്കണം. 2024 ദൈവത്തിൻ്റെ ഒരു അനുവാദം വാങ്ങണം. ആമേ, ഹല്ലേലൂയ. ആരെന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പോണ സ്ഥലത്ത് ഇഷ്ടംപോലെ സാധനം കാണും. നമ്മൾ പോണ സ്ഥലത്തിന് പോണ വീട്ടിലൊക്കെ ഇഷ്ടംപോലെ സാധനം കാണും കേട്ടോ. വീട്ടു ജോലിക്ക് പോണ സ്ഥലത്തേക്ക് അവിടെ ചിലപ്പോൾ ഇഷ്ടംപോലെ സാധനം കാണും. ചിലപ്പോൾ അവിടെ ഇരിക്കുമ്പോഴത്തേക്കും ഒരു 5 കരി വെച്ച് ഇറക്കി വെച്ചിരിക്കുകയാണ്. ആദ്യം അരിയിൽ നിന്ന് തന്നെ തുടങ്ങാം. 5 കരി വന്നിരിക്കുകയാണ്. ചെന്ന് ചോദിക്കാതെ ഒരു കമ്പോട് ഒരു കത്തിയെടുത്തൊരു കുത്തും കുത്തി സഞ്ചിയും വെച്ച് കൊണ്ടുപോകണതല്ല. ഹല്ലേലൂയ. അനുവാദം ചോദിക്കണം. അത് കഴിയുമ്പോൾ ഒരു 10 ലിറ്റർ അതല്ലെങ്കിൽ 10 പാട്ട എണ്ണ ഇരിക്കുകയാണ്. അവിടെ ചെല്ലുമ്പോൾ ഒരു ടിന്നും കൊണ്ടൊരു കുത്തും കുത്തിയിട്ട് എണ്ണ കുപ്പി കൊണ്ടുപോകുന്നതല്ല. അവിടെയും ഒരു അനുവാദം വേണം. ഏതൊക്കെ പലതും കാണും. നമ്മൾ കാണാത്ത പല സാധനങ്ങളും പലയിടത്തും കാണും. അനുവാദമില്ലാതെ ഒരു വക തൊട്ടു പോവരുത്. ചെറിയ ഉള്ളി മതി, അതിനെടുത്ത് പോകറ്റിട്ടുണ്ട് വയ്യാതി. ഈ വർഷത്തിൽ അനുഗ്രഹം മൊത്തം തീരാൻ. നിസ്സാരം ഒരു ചെറിയൊരു ഉള്ളി മതി, ചെറുള്ളി, അതിനെടുത്ത് നിസ്സാരം പോകറ്റിട്ടുണ്ട് പോകും. നിന്റെ അനുഗ്രഹം ഇതോടെ ആ ചെറുള്ളി തീരുകയാണ്. അനുവാദമില്ലാതെ ആരെ സാധനം ചവിട്ടിയാ പോലും എടുക്കുവോ? നമ്മൾ എടുക്കത്തില്ല. അതാ പറഞ്ഞതല്ലേ, നമ്മൾ എടുക്കത്തില്ല. ഞങ്ങൾ എടുക്കാത്തോണ്ടാ ഹല്ലേലൂയ പറഞ്ഞത്. എടുക്കുന്നവർ ഹല്ലേലൂയ പറയത്തില്ല, അവർ മിണ്ടാതിരിക്കും. ഹല്ലേലൂയ. എടുക്കാത്തവർ പറയും ഹല്ലേലൂയ, എടുക്കുന്നവരും മിണ്ടാതിരിക്കും. അപ്പോൾ അനുവാദം നമുക്ക് ഈ വർഷം ആവശ്യമാണ്. ആരോട്? യഥാർത്ഥ ഉടമസ്ഥനോട്. അല്ലെങ്കിൽ പറയും, ഞാൻ ചേച്ചിയോട് ചോദിച്ചു. ചേച്ചിയുടെ അടുത്തല്ല ചോദിക്കേണ്ടത്, ചേട്ടൻ്റെ അടുത്തല്ല ചോദിക്കേണ്ടത്, ഉടമസ്ഥനോട് ചോദിക്കണം. കൂടെ നിൽക്കുന്നവർ പറയും നീ കൊണ്ടുപോ, എന്നിട്ട് ഒരു ചവിട്ടും കാല് വെച്ച്. ഇല്ല, അങ്ങനെ വേണ്ട. കൂടെ നിൽക്കുന്നവൻ നമ്മുടെ സഞ്ചിയിൽ കയറ്റി വിടും. ഈ വർഷത്തിന് അനുഗ്രഹത്തിലേക്ക് മനസ്സിലാക്കുമ്പോൾ ചെറിയൊരു നന്മയ്ക്ക് വേണ്ടി വലിയ അനുഗ്രഹം കളയരുത്. എനിക്കതാ നിങ്ങളോട് പറയാനുള്ളത്. ഞാൻ ലോകത്തോട് ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ചാനലിൽ കൂടെ ദൈവമക്കളെ, ചെറിയ കാര്യത്തിന് വേണ്ടി ഈ വർഷത്തെ വാഗ്ദത്ത വചനം കളയരുത്. ഹല്ലേലൂയ. നിങ്ങൾ കളയരുത്. കാര്യം എന്താണ്? അനുവാദം നമുക്ക് കൂടിയേ തീരൂ. അനുവാദമില്ലാതെ ഒരു കാര്യവും, ചെറിയ കാര്യങ്ങൾ വലുതായിട്ടില്ല, ചില നിസ്സാരമായിട്ട് കാണുന്ന, നിസ്സാരം ഏത് കാര്യമായിക്കോട്ടെ, ചിലപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാത്ത ഒരു പേരൊക്കെയായിരിക്കും അടുത്ത പറമ്പിൽ പഴുത്ത് നിൽക്കുന്നത്. ഇത് കാണുമ്പോൾ സഹോദരന്മാർ കൈയും കാലൊക്കെ എൻ്റെ കാലത്ത് പോലെ വിറച്ചതാ. ഒരു സമയത്ത് അപ്പുറത്തൊരു മാമ്പഴം പഴുത്തിരിക്കുന്നു, കൈകാല് വിറച്ചു.
ഈ വർഷം വിറയ്ക്കണ്ട, ഈ വർഷം വിറയ്ക്കണ്ട. അത് അവിടെ തന്നെ നിന്നോട്ട്. പേരക്കയിലോ ഒരു മാമ്പഴത്തിലോ തീരുന്നതല്ല ഈ 2024 അനുഗ്രഹം. വാഗ്ദത്തം വലുതാണ്. ഹല്ലേലൂയ. അപ്പോൾ അനുവാദം ചോദിച്ചു. ഞാൻ ആരോട് ചോദിക്കുന്നതിനൊരു കുഴപ്പമില്ല, അന്തസ്സായിട്ട് ചോദിക്കാം. ഈ വർഷം ചോദിക്കണം. നിങ്ങൾ ആ നന്മകൾ, അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കൃത്യമായിട്ട് കിട്ടുമോ കിട്ടൂല എന്നുള്ള കാര്യം പിന്നുള്ള കാര്യം. ചോദിക്കണം. എന്താണ്? ഞാൻ കൊയ്ത്തോടെ പിന്നാലെ പോട്ടെ, കറ്റു ഞാൻ പെറുക്കിക്കൊള്ളട്ടെ എന്ന് ചോദിച്ചു. അങ്ങനെ അവൾ കാലത്ത് വന്നു ഇതുവരെയും പെറുക്കിക്കൊണ്ടിരുന്നു. ഇത് സ്ഥിരമായിട്ട് ചെയ്തപ്പോ കൊയ്ത്ത് കാലത്താണ് വന്നത്. മറക്കരുത്, രൂത്ത് വന്നത് എപ്പോഴാ? കൊയ്ത്ത് കാലത്താണ്. കൊയ്ത്ത് കാലത്ത് വന്നാൽ ഒരു സന്തോഷമുണ്ട്. നീ നിരാശയോടെ പോകത്തില്ല കുഞ്ഞെ. നീ കൊയ്ത്ത് കാലത്താണ് വന്നിട്ടുണ്ടെങ്കിൽ 2024 കൊയ്ത്ത് കാലത്തിലെ സന്തോഷം, സന്തോഷം പോലെ ആകണമെങ്കിൽ അത് കൊയ്ത്ത് കാലത്ത് തന്നെ ആയിരിക്കണം. അല്ലെ, ഉള്ള സമയത്ത് വന്നാൽ നിനക്ക് ചില ദൈവം തരും 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 നിശ്ചയമായി ഇട്ട് തരും. കരം അടിച്ചു ദൈവത്തിന് മഹത്വം കൊടു. ഞാൻ ഉള്ള സമയത്തോ, നീ ആരോഗ്യമുള്ള സമയത്ത് ദൈവത്തിന് വരണം. ആരോഗ്യമുള്ള സമയത്ത് ദൈവസന്നിധിയിൽ വരണം. 2024 നീ രോഗിയാകുമ്പോഴല്ല, എല്ലാം തീരുമ്പോഴല്ല യേശുവിന്റെ അടുത്ത് വരേണ്ടത്. എല്ലാം തീരുമ്പോഴല്ല, ആരോഗ്യമുള്ളപ്പോഴ് 2024 ആരോഗ്യം തന്നിരിക്കുന്ന സമയത്ത് വരണം. ഞാൻ യേശുവിന്റെ അടുത്ത് പോകും, ഞാൻ പള്ളിയിൽ പോകും, ഞാൻ ദൈവത്തെ ആരാധിക്കും, ഞാൻ കറ്റകളെ പറക്കുന്നുണ്ട്. ഈ വർഷം നല്ലപോലെ പറക്കാൻ തയ്യാറായിക്കോ. ഒരു കൊയ്ത്ത് നിനക്ക് നിന്റെ പിന്നാലെ, നിന്റെ മുമ്പേ ഒരു കൊയ്ത്ത് പോയിക്കൊണ്ടിരിക്കുന്നു. കൊയ്ത് കൊണ്ടിരിക്കുന്നു. സ്വർഗത്തിലെ ദൈവം ഒരു വയലിനെ കാണിക്കുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാപിച്ചോ, ആ വയലിൽ നിന്ന് പ്രാപിച്ചോ, ഈ വയലിൽ നിന്ന് പ്രാപിക്കോ, ഈ മുറിഞ്ഞപാല വയലിൽ നിന്ന് പ്രാപിക്കോ. ഈ വയല്, ഹല്ലേലൂയ, ഈ വയല് വിളയും. ഇതിൽ വിത്തിട്ട വിളയും. ഈ വയലിൽ വിളയും. ഹല്ലേലൂയ. ഈ വയലിൽ നിനക്കൊരു അനുവാദം തന്നൊരു ദൈവമുണ്ട്. ഈ വയലിൽ നിനക്ക് അനുവാദം തന്നിട്ടുണ്ട്. നല്ലപോലെ ദൈവത്തെ ആരാധിക്കുവാൻ, നല്ലപോലെ സ്തുതിക്കുവാൻ, നല്ലപോലെ ഉപവസിക്കുവാൻ, നല്ലപോലെ കരയുവാൻ. ദൈവ പൈതലേ, ഇതിനകത്തൊന്ന് കരയുന്നവരെ, ഇതിനകത്ത് നിലവിളിക്കുന്നവരെ, ഇതിനകത്ത് നാമേ സ്വർഗത്തോട് നിലവിളിക്കുന്നവരെ, ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്നുണ്ട്. അത്ഭുതം ചെയ്യുന്നുണ്ട്. ഇന്ന് ഇതിനകത്ത് ആരൊക്കെ നിലവിളിക്കുന്നുണ്ടോ, ആരൊക്കെ കരയുന്നുണ്ടോ, അവർക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. അടുത്ത് വായിക്കുന്നു. വീട്ടിൽ അല്പം നേരമേ താമസിച്ചുള്ളൂ എന്ന് ഉത്തരം പറഞ്ഞു. ബോവാസ് രൂത്തിനോട് കേട്ടോ മകളെ, പെറുക്കുവാൻ വേറൊരു വയലിൽ പോകേണ്ട, വേറെ വയലിൽ പോകണ്ട, ഇവിടം വിടുകയും വേണ്ട. കേൾക്കുന്നവർ കരമടിച്ചോ. ആമേ, ഈ വയൽ വിട്ട് പോകരുത്. 2024 ദൈവസഭ ദൈവ മക്കളോട് പ്രവചിക്കുന്നു. നീ നിൽക്കുന്ന വയൽ വിട്ട് പോകരുത്. നിൽക്കുന്ന വയൽ വിട്ട് പോകരുത്. ഹല്ലേലൂയ. ഈ വയൽ വിട്ട് പോകരുത്. ഈ വയൽ വിട്ട് പോകരുത്. നിന്നെ നിർത്തിയൊരു വയൽ, നിന്നെ നിർത്തിയൊരു ദൈവമുണ്ട്. നീ ഏത് വയലിൽ നിന്നും കള പറക്കണമെന്നും ദൈവത്തിന് പദ്ധതിയുണ്ട്. ദൈവത്തിന്റെ പദ്ധതി ഇല്ലാത്ത വയലിൽ പോയി കഴിഞ്ഞാൽ പരാജയമായിരിക്കും. നിങ്ങൾ മാറി മാറി ഇന്ന് ഈ സഭയില്, അടുത്ത് വേറെ സഭയില് ഇന്ന് ഓടി ഓടി നടക്കുന്നവരെ 2024 നിന്നെ നോക്കി പറയുന്നു, ദൈവം പറയുന്നു, അങ്ങനെ നടക്കുന്നവര് ഒരു കതിര് പോലും ഈ വർഷം പറക്കത്തില്ല. അങ്ങനെ ഒരു കതിര് പോലും പറക്കത്തില്ല. നിൽക്കുന്നവന് മാത്രമേ പറക്കാൻ പറ്റൂ. ദൈവം എവിടെയാക്കി വെച്ചിട്ടുണ്ടോ, ഏത് വയലിലാണ് നിന്നെ നിർത്തിയത്, ആ വയലിൽ നീ വിശ്വസ്തയോടെ നിന്നാൽ ദൈവം നിനക്ക് വേണ്ടി കതിരുകളെ വെയിറ്റ് തരും. നമ്മൾ പറയും ഈ വയൽ വിട്ട് പോകല്ലെന്ന്. ബോവാസ് ഉടമസ്ഥൻ പറയുന്നു, സ്വർഗം നിന്നെ നോക്കി പറയുന്നു, ഈ വയൽ വിട്ട് പോകരുത്. നമ്മൾ പറയും ഇവിടെ നെല്ലൊക്കെ നല്ല കഴിച്ച് മടുത്ത്,
ഇവിടുത്തെ നെല്ല് കൊണ്ടുപോയി വീട്ടിൽ കൊണ്ട് ചോറ് കഴിച്ച് മടുത്ത് ഇനി അപ്പുറത്തെ വയലിലെ ചില നെല്ലൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്യാം. അങ്ങനെയുള്ള പലരും ഉണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കാര്യം ഇവിടെ നടക്കുന്ന വിടുതൽ നടക്കുന്നില്ല, അത്ഭുതം ആമേ പോരാ, ഇതിനെക്കാട്ടി കുറെ കൂടെ കിട്ടാമെന്നിരിക്കുന്നവരുണ്ട്. അവരെ നോക്കി പറയുകയാണ് ഹല്ലേലൂയ. അങ്ങനെ പോകാമല്ല ഉദ്ദേശമുണ്ടെങ്കിൽ ഈ വശം ഒന്നും കൊണ്ടുപോകത്തില്ല. ഇരിക്കുന്നവന് മാത്രമേ കൊണ്ടുപോകത്തുള്ളൂ. ആത്മീയയിൽ നിറയുന്നവന് മാത്രമേ ഭൗതികത്തിൽ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. യെസ്, നിറയണവനെ കൊണ്ടുപോകൂ, നിറയണവനെ കൊണ്ടുപോകൂ. നീ ആത്മീയയിൽ നിറഞ്ഞാൽ ഭൗതികത്തിൽ വർദ്ധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വയല്, നിന്റെ മാറി മാറിയുള്ള വയല്. ഇവിടെ ഒരു ചാട്ടം. നമുക്ക് ഇവിടെ നിൽക്കുമ്പോ പറയും അക്കരെ പോകാം. അക്കരെ നിൽക്കുമ്പോ അതിന്റെ അക്കരെ പോകാം. അക്കരെ പയ്യാലും ഇക്കരെ പയ്യാലും ആശ തീരുവില്ല. ഇത് പോരാ, ഇപ്പോഴത്തെ ആള് പോരാ, അടുത്ത ആളൊന്ന് പിടിക്കാം, അതും പോരാ. മാറി മാറി നടക്കുന്നവരെ നിന്റെ കാല് മാറി അവസരത്തിനനുസരിച്ച് ചുവടുകൾ മാറ്റി പിടിക്കുമ്പോ 2023 ചുവടുകൾ മാറ്റി 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 പിടിച്ചു. ഇല്ല, നിൽക്കുന്ന വയലിൽ വിശ്വാസത്തോടെ നിന്ന് കഴിഞ്ഞാൽ നിന്നെ വിശ്വാസത്തോടെ അനുഗ്രഹിക്കുന്ന ഒരു കർത്താവ് യേശു ക്രിസ്തുവുണ്ട്. നിന്റെ വീണ്ടെടുപ്പുകാരൻ ഒരു ബോവാസ് ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വയലിൽ നട്ടാൽ 100 മേനിയ. ഈ വയലിൽ നട്ടാൽ 100 മേനിയ. ഇന്ന് പലരും പറയും ഞങ്ങൾ നട്ടതാ, ഞങ്ങൾ 100 മേനിയ ആയില്ല. അങ്ങനെ പോയവരോട് അടുത്ത് പറയാ, നീ നട്ടത് വിത്തല്ല, നുണയും കൂട്ടേടിയും കുശുമ്പും അസൂയള വിത്താ നട്ടത്. അതുകൊണ്ടാ ദൈവം നിന്നെ എടുത്തെറിഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അങ്ങനെ നട്ടത് കൊണ്ടാ നിന്നെ ഇന്ന് മുറിഞ്ഞപാല സഭയിൽ നിന്ന് ദൈവം തൂക്കി എറിഞ്ഞത്. അല്ലാതെ വന്നവരുണ്ട്, വിത്തായിരിക്കുന്ന ഒരു വിത്തുകളാ. ആമേൻ. നല്ല കതിരുകളാ, ഇതിനകത്ത് എനിക്ക് നല്ല കതിരുകളാ. പ്രാപിച്ചോ, പ്രാപിച്ചെടുത്തോ. ഈ വയല് നിനക്ക് വളരുവാൻ വേണ്ടി വിശാലമായി ആമേ വളക്കൂറുള്ള മണ്ണാണ്. 2024 നിനക്ക് വളക്കൂറുള്ള മണ്ണാണ്. ഇന്ന് മുറിഞ്ഞപാല സഭ ഈ വളക്കൂറിൽ വിളയുന്ന മണ്ണിൽ നിന്ന് വിളയുന്ന വിത്ത് മുറിഞ്ഞപാല നിവാസികൾ മാത്രമല്ല, തിരുവനന്തപുരം ജില്ലക്കാർ മാത്രമല്ല, വിദേശികളോ സ്വദേശികളോ ലോക രാജ്യങ്ങള് ഭക്ഷിക്കത്തക്കവണ്ണം ദൈവ സ്വർഗത്തിലെ ദൈവ ജലം നമുക്ക് ഇട്ടു തരുന്നുണ്ട് കേട്ടോ. അത് പിടിച്ചെടുത്തോ, ആത്മാവിന് പിടിച്ചെടുത്തോ. യെസ്. ശബലബ റിഖമന ധനബന അടബന ധനബന ശംദല ബൗഡബ അടന രഗന ധീന രഗനെ ദീനം ഭൗഡബ രാജബ ദീന രഗനെ വൈഡ മാന റിബാബബ അധരബ റിരവല ധരനന ശബബ റിബബ ഹദരബ അസ്തല ഭൗഡബ രാജബ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് അനുഗ്രഹമാണ് ഈ സഭ, എനിക്കൊരു അനുഗ്രഹമാണ്. ആമേൻ. രൂത്തേ, നിനക്ക് അനുഗ്രഹമാണ്, അനുഗ്രഹമാണ്. എത്രയോ പേര് ആമേ കഴുത്തിൽ തൂക്കി പലതും എറിഞ്ഞു അല്ലേ? പലരും കഴുത്തിൽ തൂക്കി എറിഞ്ഞപ്പോ നിന്നെ വേണ്ട, നീ ഒരു തലവേദനയാണ് എന്ന് പറഞ്ഞ് തൂക്കി എറിഞ്ഞപ്പോ 2024 വന്ന് വീണ മണ്ണ് അത് ബോവാസിന്റെ വയലാണ്. അത് ബോവാസിന്റെ വയലാണ്. 2024 ദൈവം എത്തിക്കേണ്ട വയലിൽ തന്നെ എത്തിച്ചു. ആമേ, എത്തിക്കേണ്ട വയലിൽ തന്നെ എത്തിച്ചു. ഒരുപാട് വയലുകളുണ്ട്, പക്ഷെ എല്ലാ വയലും ദൈവത്തിന്റെ വയലല്ല എന്ന് ആത്മാവിന് വിളിച്ചു പറയുന്നു. എല്ലാ വയലും ദൈവത്തിന്റെ വക അല്ല. ഹല്ലേലൂയ. എല്ലായിടത്തും പോയി പറക്കുന്നത് ശരിയല്ല. നിങ്ങൾ തൃപ്തിപ്പെടണം. അല്ലെ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, കഴിഞ്ഞ നിമിഷം പറഞ്ഞു, തൃപ്തിപ്പെട്ടില്ല എങ്കിൽ ഇങ്ങനെ തൊഴുതുകൊണ്ട് നിന്ന സമയത്താണ് ഒരു ബൈക്ക് ചീറിപ്പാഞ്ഞ് വന്നു. ആമയെ ഇടിച്ചു തെറിപ്പിച്ചു, വാരിയെല്ലാം പൊട്ടി. ഇതാ കിടക്കണ പഞ്ചറായത്. ഈ വർഷം പഞ്ചറാവരുത്. ഹല്ലേലൂയ. പഞ്ചറായി പോകരുത്.
അവർ വരുമ്പോൾ നിങ്ങളെ സാക്ഷി നിർത്താം. നിങ്ങൾ എങ്ങനെയെങ്കിലും ലോകത്തോട് കാണിക്കുക. നിങ്ങൾ കാണണ്ടേ? അമ്മയെ കാണിക്കുക. അവരൊന്നും വന്നിട്ടില്ല. ഹല്ലേലൂയ. എന്തെങ്കിലും വരും. പ്രൈസ് ദി ഹല്ലേലൂയ. അപ്പോൾ ദൈവം നിർത്തിയ വയലിൽ വിശ്വസ്തയോടെ നിന്നാൽ എന്തായിരിക്കണം? ഒരു വിശ്വസ്തയോടെ നിൽക്കണം. ആത്മാർത്ഥ ഉണ്ടായിരിക്കണം. സത്യസന്ധത ഉണ്ടായിരിക്കണം. കപടവും സൂത്രവും കൊണ്ട് നിൽക്കരുത്. ആരെയും മുഖം നോക്കിയല്ല. ഇതാ പാസ്റ്റർ പറഞ്ഞു കരം അടിച്ചോ, അടി അടി. ആ അടി വേണ്ട. ഹല്ലേലൂയ. പാസ്റ്റർ വരുമ്പോൾ അടി വേണ്ട. ഹല്ലേലൂയ. ഇല്ലാത്തപ്പോൾ നീ അടിച്ചോളാം. അല്ല, പാസ്റ്റർ നോക്കിയ വിശ്വാസം നോക്കി അടിക്കേണ്ടല്ല ഈ വർഷത്തെ ആരാധന. പാസ്റ്റർ ഉപവസിക്കാണ് കേട്ടോ. എടി, നമ്മൾ തിന്നും കുടിച്ച് യാത്തമ്പഴവും നെയ്യപ്പൊക്കെ തിന്നോണ്ടിരുന്ന പാസ്റ്റർ കണ്ട നമുക്കൊന്നും കിട്ടൂല കേട്ടോ. അതുകൊണ്ട് നല്ലപോലെ തുടച്ച് കർച്ചിപ്പ് 2 വെച്ചോളാം കേട്ടാ. നാളെ തൊട്ട് പിടിപിടാൻ പോവുകയാണ്. ശ്രദ്ധ വേണം. അങ്ങനെ നമ്മൾ നിർത്തും. ഒരു 1-ാം തീയതി ആവുമ്പോൾ നിർത്തും. 1-ാം തീയതി ആണെങ്കിൽ ഒരു ന്യായാസനത്തിൻ്റെ മുമ്പ് നീ ഞാൻ നിൽക്കും. നിങ്ങൾ 1-ാം തീയതിക്ക് നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു ന്യായാസനത്തിന് മുമ്പിൽ ഒരു ദിവസം നിന്നെയും എന്നെയും ദൈവം നിർത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. മകളെ, ഈ വയൽ വിട്ട് പോകരുത്. ഈ വയൽ വിട്ട് കൈ കൊടുത്ത് പറ, ഈ വയൽ വിട്ടു പോകലെന്ന് പറ. അടുത്തിരിക്കുന്ന കൈ പിടിച്ച് പറ, ഈ വയൽ വിട്ടു പോകരുത്. മോനിട്ട് കൈതാ. മോനെ, ഈ വയൽ വിട്ട് പോവല്ലേ. നീ അപ്പന്റെ മോനാണ്. നിങ്ങൾ കൈ പിടിച്ച് നല്ലപോലെ കുറുക്കി പറഞ്ഞല്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിക്കോ, എന്തിനൊക്കെയാണെന്ന്. അങ്ങനെയൊക്കെ തന്നെ ഞങ്ങൾ ഉടമ്പടിയിലൊക്കെ ഒപ്പുവെച്ച്. ഞങ്ങൾ ഉടമ്പടിയിൽ ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ അറിയാം. അടുത്ത മാസം 7 or 8 തിരുവനന്തപുരം മൊത്തം കവർ ചെയ്യുന്നുണ്ട് ലേഡീസിന്റെ. അന്നറിയാം യാത് വയലിൽ ചെന്നിരുന്ന് തിരുവനന്തപുരം പട്ടണം മൊത്തവും വീക്ഷിക്കും. ഞങ്ങൾക്ക് ഉറക്കമില്ല. ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ തിരുവനന്തപുരം വീക്ഷിക്കും. അല്ലേലോ എവിടെയൊക്കെ ചെന്ന് ഹല്ലേലൂയ. മറക്കരുത്, ഈ വയൽ വിട്ട് പോകരുത്. നിനക്ക് ദൈവം തന്ന വയൽ വിട്ട് പോകരുത്. ഒരുപാട് വയലിൽ വന്ന് ഭൃത്യന്മാര് വിളിക്കും. ഹല്ലേലൂയ. ആമേ. മറന്നു പോകരുത്, ഈ വയൽ വിട്ട് പോകരുത്. ഇതിന് ഒരുപാട് പ്രത്യേകത ഉണ്ട്. ഇതിനകത്തൊരു പ്രത്യേകതയുടെ കാര്യം എന്താണ്? ഇത് എന്നെ നിർത്തിയിരിക്കുന്നത് ഒരു സ്വർഗത്തിലെ ദൈവമാണെന്ന് ഈ പറയുന്ന വ്യക്തിക്ക് ഒരു ഉറപ്പുണ്ടായിരിക്കണം. നിങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു തീരുമാനം എടുക്കണം. വയല് മാറി മാറി കയറരുത്. ബസ്സിൽ കയറി കയറി ഇറങ്ങുന്നത് പോലെ ഈ വയലിൽ കയറി ഇറങ്ങരുത്. മാറി മാറി കയറുന്നത് നിങ്ങളുടെ അനുഗ്രഹത്തിൽ നോക്കി ഇതൊക്കെ സംഭവിക്കാൻ പോവുകയാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യമാണ്. നിങ്ങൾക്ക് ഒരു അനുഗ്രഹം ഉണ്ടായ നന്മകൾ വരുമ്പോ സാത്താൻ പറയും അവിടെ പോ, അവിടെ പോ, അവിടെ പോ, അപ്പുറത്ത് പോ, അവിടെ വയലുണ്ട്, അവിടെ വയലുണ്ട്. നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സമാണ്. വചനം പറയുന്നു വയൽ വിട്ടുപോകരുത്. നിൽക്കുന്ന വയല് ദൈവത്തിന്റെ വകയാണ്. നിന്നെ വീണ്ടെടുപ്പുകാരന്റെ വകയാണ്. ഇത് നിന്നെ ദൈവമാണ്. ഇന്ന് ഞാനോ നിങ്ങളൊന്നും അല്ല നിർത്തുന്നത്. എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത് ആമേ സ്വർഗത്തിലെ ദൈവമാണ്. എന്നെ നിർത്തിയിരിക്കുന്ന പോലെ തന്നെയാണ് ദൈവം നിങ്ങളെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേ. അതാ പറഞ്ഞത്, ഈ വയൽ വിട്ട് പോകരുത്. ഇവിടം വിടുകയും വേണ്ട, ഇവിടെയും വേണ്ട. എത്ര പ്രതികൂലം വന്നാലും, എത്ര ബുദ്ധിമുട്ട് വന്നാലും, എത്ര കഷ്ടത വന്നാലും വയൽ വിടരുത്. ചിലപ്പോ ആമേ ചില പ്രയാസങ്ങൾ വന്നിരിക്കാം, ചില ബുദ്ധിമുട്ടുകൾ സഹിച്ചെന്നിരിക്കാം, ആമേ ചില കഷ്ടങ്ങൾ സഹിച്ചെന്നിരിക്കാം. ചിലർ നോക്കും പറയും എന്നെ നോക്കിയതുകൊണ്ട് ഞാൻ ഈ വയൽ വരത്തില്ല. ചിലർ ഇങ്ങനെ നോക്കും. പേടിച്ചു പോണ്ട. നടക്കാൻ പോകുന്ന കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നത്. പേടിച്ചു പോകരുത്. പറയണം എന്റെ സ്വർഗത്തിലെ ദൈവമാണ് എന്നോട് നിർത്തിയത്. ദൈവം എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് ഇവിടം വിട്ടു പോകരുതെന്ന്. വചനമാണ് വെളിപ്പെടുന്നത്.
വചനമാണ് സംസാരിക്കുന്നത്. ഇവിടം വിട്ടു പോകരുത്. ഇന്ന് ഈ വയലിനകത്ത് കയറിയ ദൈവ പൈതല്, നിന്നോട് പരിശുദ്ധാത്മ പറയുന്നു, ഇവിടം വിട്ടു പോകരുത്. നമ്മൾ പോയാൽ ഇവിടം വിട്ടു പോകല്ലെന്ന് ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് സംസാരിച്ചു കഴിഞ്ഞു. ഇത് കഴിഞ്ഞ് നമ്മൾ അനുസരിക്കാൻ നമ്മൾ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറയും, ഈ വർഷത്തെ അനുഗ്രഹം കിട്ടിയില്ല, ഞങ്ങൾക്ക് ഭയങ്കര കഷ്ടതയായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല, ഞങ്ങൾ ആഗ്രഹിക്കും പോലൊന്നും പ്രാപിച്ചില്ല എന്ന് കുറ്റം പറയരുത്. ഹല്ലേലൂയ. കുറ്റം പറയാതിരിക്കുവാനാണ് ദൈവം നിന്നെ ഉറപ്പിക്കുന്നത്. 2024 ദൈവസഭയെ ദൈവം ഉറപ്പിക്കുന്നുണ്ട്. ദൈവം ഉറപ്പിക്കുന്നുണ്ട്. ദൈവം നിന്നെ ഉറപ്പിക്കുന്നുണ്ട്. കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ. എന്റെ ബാല്യകാര്യത്തികളോട് എന്റെ ബാല്യകാര്യത്തികളോട് ചേർന്നുകൊള്ളുക, നീ ചേർന്ന് കൊള്ളണം. അവർ കൊയ്യുന്ന നിലത്തിന്മേൽ എന്ത് വേണം? നീ എന്ത് ചെയ്യണം? നിന്റെ ദൃഷ്ടി വെക്കണം. അവരുടെ പിന്നാലെ പോയിക്കൊള്ളുക. നീ അവിടെ പിന്നാലെ പോയിക്കോ. ഈ 2024 ദൃഷ്ടി വെച്ചോളണം. എവിടെയാ? യേശുവിന്റെ മുഖത്തേക്ക്. നിന്റെ ദൃഷ്ടി എവിടെ പതിയണം? യേശുവിന്റെ മുഖത്താണെങ്കിൽ ആമേ ഹല്ലേലൂയ, ചിലത് ഒരുപാട് പറക്കും. ദൃഷ്ടി മാറിപ്പോകരുത്. വചനം വിട്ടു പോകരുത്. ബൈബിൾ വിട്ടു പോകരുത്. നമുക്കൊരു വ്യവസ്ഥയുണ്ട്, നമുക്കൊരു പ്രമാണമുണ്ട്, ഒരു കൽപ്പന ഉണ്ട്. അതാ ദൃഷ്ടി നീ വെച്ചോളണം. ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത്. പ്രാർത്ഥന കുറയരുത്, ഉപവാസം കുറയരുത്, ആരാധന കുറയരുത്. ആമേ ഹല്ലേലൂയ. അതാ നീ എവിടെ മിന്നാലേ ദൃഷ്ടി വെച്ചോളണം. 2024 നീ ദൈവസന്നിധിയിൽ യേശുവിന്റെ മുഖത്തേക്ക് ദൃഷ്ടി വെച്ചോളണം. എന്ത് പ്രയാസവും വേദനയും ബുദ്ധിമുട്ട് വന്നാലും നിന്റെ ദൃഷ്ടിയിൽ നിന്നും ദൈവം മാറിപ്പോകേണ്ട വരുത്തല്ലെന്ന് പറ. എന്റെ കർത്താവേ, നീ എന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത്. 2024 എനിക്ക് സഹിക്കാത്ത വേദന അത്രത്തോളം വന്നാലും എന്റെ ദൈവത്തെ വിട്ടുപോകുവാൻ എനിക്ക് ഇടവരുത്തല്ലേ. ഹല്ലേലൂയ. പ്രയാസങ്ങൾ, പ്രതികൂലങ്ങളൊക്കെ വരും, ബുദ്ധിമുട്ട്, പ്രയാസങ്ങൾ വരും. പക്ഷെ ദൈവത്തിന്റെ ദൃഷ്ടി നിന്നും മാറിപ്പോകരുത്. അടുത്ത് പറയുന്നു, അവരുടെ പിന്നാലെ പോയിക്കൊള്ളുക. നീ അവരുടെ പിന്നാലെ പോയിക്കൊള്ളുക. ബാല്യക്കാർ നിന്നെ തുടരുതെന്ന്. ബാല്യക്കാർ നിന്നെ തുടരുത്. ഞാൻ അവരോട് കൽപ്പിച്ചിട്ടുണ്ട്. നോക്കിക്കോളണം. നീ അന്യ ദേശക്കാരിയാ. ചിലര് പുതിയതായിട്ട് ആരെങ്കിലും വരുമ്പോ, ആദ്യമായിട്ട് ആരെങ്കിലും വരുമ്പോ അവരെ മാക്സിമം കൊണ്ട് ജോലി ചെയ്യിപ്പിക്കും, അല്ലേ? മാക്സിമം നമ്മൾ ചെയ്യാനുള്ള ജോലിയൊക്കെ ചെയ്യിപ്പിക്കും, പരിഹസിപ്പിക്കും. അവർ ഏതെല്ലാം രീതിയിൽ ഒതുക്കാൻ നോക്കുമോ, മാനുഷ്യമായിട്ടും പരോക്ഷമായിട്ടും നമ്മൾ നോക്കും. പക്ഷെ ഇവിടെ പറയുന്നു, അവളെ തൊട്ടുപോകരുത്. നിന്നെ നോക്കി ദൈവം പറയാൻ പോകുകയാ. ആമേ ഹല്ലേലൂയ. നീ ഒറ്റയ്ക്കാണെങ്കിൽ നീ പറ, നിന്റെ കൂടെ ഒരു കർത്താവുണ്ട്. നീ 2024 നീ ഒറ്റയ്ക്കല്ല, നിന്റെ കൂടെ ഒരു കർത്താവ് യേശു ക്രിസ്തു ഉണ്ട്. അതുകൊണ്ടാ പറ, തൊട്ടുപോകരുത്. ബാല്യക്കാരോട് പറഞ്ഞു. ആരാ പറഞ്ഞത്? ഉടമസ്ഥൻ പറഞ്ഞു, തൊട്ടുപോകരുത്. ഞാൻ അവളോട് കൽപ്പിച്ചു. എന്നിട്ട് അടുത്ത് പറയാ, നിനക്ക് ദാഹിക്കുമ്പോൾ പാത്രത്തിന് അരികെ ചെന്ന് ബാല്യക്കാർ കോരി വെച്ച് നിന്നും കുടിച്ചുകൊള്ളുക. 2024 ബാല്യക്കാര് കോരി വെച്ച നീ കുടിക്കും. 2023 നീ കോരി കുടിച്ചിട്ടുണ്ടെങ്കിൽ 2024 ദൈവസഭയോടും ഞാൻ ലോകത്തോട് വിളിച്ച ദൂത, നീ കോരി വെച്ചതല്ല, ആമേ കോരി കുടിക്കുന്നതല്ല, ചിലർ നിനക്ക് വേണ്ടി കോരുന്നുണ്ട് കുടിക്കാൻ. കരമടിച്ചു ദൈവത്തിന് മഹത്വം കൊണ്ട്, കരമടിച്ചു മഹത്വം കൊടുത്താട്ടെ ശക്തിയോടെ. ഈ ദൂതിനെ ഏറ്റെട്, ഈ ദൂത് ഏറ്റെട്, ദൈവസഭ ഏറ്റെട്. അത് ഞാൻ കുടിക്കോ, ഞാൻ കുടിക്കോ, അത് കോരി വെച്ചത് ഞാൻ കുടിക്കും. കരമടിച്ചു ശക്തിയോടെ. സംഭവിക്കട്ടെ, അത് സംഭവിക്കട്ടെ, അത് സംഭവിക്കട്ടെ, അത് സംഭവിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ഇന്ന് അതിനെക്കുറിച്ച് പുതിയ തലമുറയ്ക്ക് അറിഞ്ഞുകൂടാ. പഴയ കാലങ്ങളിൽ വെള്ളം കോരാൻ പോകുന്നത് ഒരുപാട് മൈലുകൾ കടന്നാണ്. ഇന്ന് നോർത്ത് ഇന്ത്യയിൽ ഞങ്ങൾ പോകുമ്പോൾ
5ഉം 10ഉം കിലോമീറ്റർ കുടങ്ങൾ, 2ഉം 3ഉം കുടങ്ങൾ വണ്ടിയിലൊക്കെ ഉണ്ട്. ആമേ സഹോദരിമാർ വെളുപ്പ് അത് രാവിലെ പോകും, വെള്ളത്തുനിന്ന് ചുമന്നു കൊണ്ടുവരും. ആ വെള്ളം ഭയങ്കര ബലം. രാവിലെ 3 വെളുപ്പം 4 മണിക്കൊക്കെ പോകും. തിരിച്ച് 6 മണിക്ക് 1, 2, 3 കുടം. അവിടെ തലയിൽ ഒരു കുടമല്ല, അതിൻ്റെ മേലൊന്ന് 3 കുടം വെച്ച് ചുമന്ന് കൊണ്ടുവരും, കോരും. ചെന്നോടെ അവിടെ ചുമ്മാ കോരി എടുക്കണമില്ല, കപ്പിയും കയറിട്ട് കോരി, അത് ശുദ്ധവെള്ളമാ. അത് കോരി കൊണ്ടുവന്ന് എത്രയോ കിലോമീറ്റർ വെള്ളം വെച്ച് നടന്നു നോക്കണം. അനുഭവം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? വെള്ളം കോരി ചുമന്ന അനുഭവം ഉണ്ടോ? ഉള്ളവൻ പറയും ഹല്ലേലൂയ. വെള്ളം പറയും കര. അത് കോരിയവർ അവരോട് പറയാ, ഈ വർഷം നീ കോരത്തില്ല. നിനക്ക് വേണ്ടി ചിലർ കോരി വെക്കുന്നുണ്ട് കേട്ടോ. ചിലർ നിനക്ക് വേണ്ടി കോരി ചുമന്നു കൊണ്ടുവരും. എടാ, വയലിൽ വെള്ളമുണ്ട്, ഈ വെള്ളം കുടിക്കാൻ പറ്റോ? അവര് വയലിലാണ് നിൽക്കുന്നത്, പക്ഷെ വയലിൽ വെള്ളമുണ്ട്, പക്ഷെ ഈ വെള്ളം കുടിക്കാൻ പറ്റത്തില്ല. കിലോമീറ്ററോളം നോർത്ത് ഇന്ത്യ പോലൊക്കെ അറിയാലേ, എത്രയോ കിലോമീറ്ററോളം ദൂരെ ചെന്ന് വെള്ളം കൊണ്ടുവരണം. ഇതാ ആരെങ്കിലും എന്റെ ജോലിക്കാർ കൊണ്ടുവന്ന വെള്ളം ആര് കുടിക്കണം? വന്ന ഈ ബാല്യക്കാരി കുടിക്കണം. ഹല്ലേലൂയ. അവർക്ക് വേണ്ടി വെള്ളം കൊടുക്കാൻ ഒരു അനുവാദം. നീ കോരണ്ട മകളെ, നീ കോരാൻ പോണ്ട. 2024 നീ ആമേ മറ്റുള്ളവർ കോരി വെച്ചത് നീ കുടിക്കും. നന്മകൾ കടന്നു വരും. മറ്റുള്ളവരുടെ നന്മ നിന്റെ കയ്യിലേക്ക് വരാൻ പോകുന്നു. ആമേ കരമടിച്ച് പറ, മറ്റുള്ളവരുടെ നന്മ ദൈവം നിനക്ക് തരാൻ പോകുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ സ്തോത്രം. നിനക്ക് നീ ദാഹിക്കുമ്പോ പാത്രങ്ങൾ അരികെ ചെല്ലണം. നിനക്ക് ദാഹം വരും. വയലാണ്, സൂര്യൻ ഒരുപോലെ അടിക്കുന്നുണ്ട്, നല്ല വെയിലാണ്. നിനക്ക് ദാഹിക്കുമ്പോൾ നീ ആരോട് ചോദിക്കണ്ട, കോരി വെച്ചെടുത്ത് കുടിച്ചോളണം. അടുത്ത് പറയാ, നിനക്ക് ദാഹിക്കുമ്പോൾ പാത്രങ്ങൾ കയറി ചെന്ന് ബാല്യക്കാർ കോരി വെച്ചിരുന്ന് കുടിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. എന്നാറെ അവൾ സാഷ്ടാംഗം വീണു അവനോട്. 10ാമത്തെ വാക്യത്തിൽ എന്നാറെ അവൾ സാഷ്ടാംഗം വീണു അവനോട്, ഞാൻ അന്യദേശക്കാരത്തി പറയാ, ഞാൻ അന്യദേശക്കാരത്തി ആയിരിക്കെ നീ എന്നെ വിചാരിപ്പാൻ തക്കവണ്ണം നിനക്ക് എന്നോട് ദയ തോന്നിയത് എങ്ങനെ എന്ന് പറഞ്ഞു. ഒരു ചോദ്യമാണ്. നീ അന്യദേശക്കാരിയ, നീ എന്നെ ഒറ്റ സെക്കൻഡിൽ കണ്ടപ്പോ നിനക്ക് എന്നോട് ദയ തോന്നണമെങ്കിൽ ഇത് സാധാരണ ദയയല്ല. ആമേ, സാധാരണ ദയയല്ല. ആമേ, 1.5 ദയയാണ് ഇവിടെ പകർന്നിരിക്കുന്നത്. ആർക്കും കിട്ടാത്തൊരു ദയ ഈ 2024 ദൈവം നിനക്ക് ഇട്ടു തരുന്നുണ്ട് കേട്ടോ. മറ്റാർക്കും കിട്ടാത്തൊരു ദയ സ്വർഗത്തിലെ ദൈവം നിനക്ക് ദൈവം തരുന്നൊരു വർഷമാണ്. കാര്യം എന്താണ്? കൊയ്ത്തുകാലത്തൊരു സന്തോഷം നടക്കുക. കൊയ്ത്തുകാലത്തൊരു സന്തോഷം നടക്കുന്നത് കൊണ്ടാണ് നിനക്ക് ദയ ഉണ്ടാകുന്നത്. ആമേ, ഹല്ലേലൂയ. 2024 നിനക്ക് ദൈവം ദയ അങ്ങോട്ട് പകരുന്നു തരണം. അതാണ് അവിടെ ഭയങ്കര സന്തോഷമാണ് അനുഭവിക്കുന്നത്. അവിടെ സന്തോഷത്തിന്റെ പ്രതീകമാണ്, ഉത്സവമാണ് നടക്കുന്നത്. വയലിൽ നടക്കുന്നത് ഒരു ഉത്സവമാണ്. അതാ സന്തോഷം. ആമേ, കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെയും എന്ന് പറയുമ്പോൾ അവൾ പറയും, എന്നോട് നിനക്ക് ഇത്രത്തോളം, ഞാൻ അന്യദേശക്കാരത്തിയാ, നീ എന്നെ വിചാരിപ്പാൻ തക്കവണ്ണം നിനക്ക് എന്നോട് ദയ തോന്നിയത് എങ്ങനെ എന്ന് രൂത്ത് ബോവാസിന് ചോദിച്ചു. ബോവാസ് അവളോട്, നിന്റെ ഭർത്താവ് മരിച്ച ശേഷം അമ്മായി അമ്മയ്ക്ക് നീ ചെയ്തിരിക്കുന്നത് നിന്റെ അപ്പനെ അമ്മയെ സ്വദേശത്തെയും വിട്ട് മുമ്പേ അറിയാത്ത ജനത്തിന്റെ അടുക്കൽ വന്നിരിക്കുന്ന വിവരമൊക്കെയും ഞാൻ കേട്ടിരിക്കുന്നു. ഈ വയലിൽ എത്തുന്നുമ്പേ നിന്നെ കുറിച്ച് നല്ലപോലെ കേട്ടിരിക്കുക. ഹല്ലേലൂയ. നിന്നെ കുറിച്ച് നല്ലപോലെ കേട്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നിന്നെ കുറിച്ച് നല്ലപോലെ കേട്ടിരിക്കുന്നു. നീ എവിടെ നിന്ന് വന്നതാണെന്നും
നിന്റെ ഡീറ്റെയിൽസ് എന്താണെന്നും ആമേ നീ അന്യദേശക്കാരത്തിയാണെന്നും നീ അമ്മയോട് എന്താ ചെയ്തത്? ആമേ വളരെ വിശ്വസ്തയോടെ ആമേ 2 മരുമകളുടെ സമയത്ത് ഓർപ്പ പോയപ്പോ രൂത്ത് അമ്മാവിയോട് പറഞ്ഞു, ഞാൻ നിന്നോട് വരും, നിന്റെ ദൈവത്തെ ഞാൻ സ്വീകരിക്കും, നീ മരിക്കുന്നിടത്ത് ഞാൻ മരിക്കും, നമ്മൾ മരണത്തല്ലാതെ പിരിയത്തില്ല എന്നുള്ള ഉടമ്പടി, ഈ ഉടമ്പടി ഒപ്പുവെച്ചത് ആരറിഞ്ഞു? ബോവാസ് അറിഞ്ഞു. നിന്നെ കുറിച്ച് 10 പേര് അറിയണം. നിങ്ങൾ പറയും 10 പേര് അറിയും. ഒരു ഫാൾട്ട് വരുമ്പോൾ 10 പേര് അറിയും. ഒരു തെറ്റ് വരുമ്പോൾ 10 പേര് അറിയും. ഇന്ന് തിരിച്ചു പറയണം, തെറ്റല്ല. നല്ല തീരുമാനമെടുക്കുമ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിൽ തീരുമാനമെടുക്കും. 2024 ഞാൻ യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കാൻ പോകുകയാണ്. ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ കൊണ്ട് ഏറ്റു പറഞ്ഞ അനുഗ്രഹം വരുമ്പോൾ 10 പേര് അറിയാൻ പോകും. ഹല്ലേലൂയ. അതിൽ ഒരാൾ ഞാനാണ്, ഞാൻ ഒരാളാണ്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ സമ്മതിച്ചു കൊടുത്ത് ഈ വാഗ്ദത്ത വചനം പിടിച്ചെടുക്കാൻ വേണ്ടി ദൈവസന്നിധിയിൽ തീരുമാനമെടുത്തട്ടെ. നിങ്ങൾ ദൈവസന്നിധിയിൽ തീരുമാനമെട്. ഇന്ന് ആമേ ഹല്ലേലൂയ. ദൈവത്തിന്റെ വാഗ്ദത്ത വചനത്തിലേക്ക്, ഒരു സന്തോഷത്തിലേക്ക് സ്വർഗ്ഗം നിന്നെ കൊണ്ടുവരുന്നുണ്ട്. അനുഗ്രഹത്തെ നിങ്ങൾ അനുഗ്രഹമായിട്ട് കാണണം. ഇവിടെ നിലം നല്ലപോലെ കൊയ്ത്ത് നടക്കുകയാണ്. കൊയ്ത്ത് നടക്കുന്ന സമയത്ത് വേറെ ഒരു കാര്യം ചിന്തിക്കരുത്, വേറെ ഒന്നും തീരുമാനമെടുക്കരുത്. ഹല്ലേലൂയ. ഞാൻ എന്നോട് ദയ കാണിക്കുന്ന ദൈവം. 2024 ആരംഭമാണ്. ദൂത് കളയരുത്, കളഞ്ഞു കുളിക്കരുത്. ഹല്ലേലൂയ. ഒരു 31 വരുമ്പോ ഒരു സാക്ഷി അതിനു മുമ്പേ പറയണോ, എന്റെ ദൈവം എന്നെ മാനിച്ചു, എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടി, ദൈവം എന്റെ പ്രാർത്ഥന കേട്ടു എന്ന് പറയത്തക്കവണ്ണം ഒരു ദൈവമേ, ദൈവത്തിന്റെ സന്നിധിയിൽ എത്ര പറയും സാക്ഷി പറയോ? ഇന്ന് ഒരു സാക്ഷിനകത്ത് അറിയാതെ വന്നിട്ടുണ്ടെങ്കിൽ എത്രയോ സാക്ഷികൾ വരുവാൻ ആഗ്രഹിക്കുന്നു. ദൈവമക്കളെ പറ, ഞാൻ സാക്ഷി പറയും. ഹല്ലേലൂയ. കാര്യം എന്താണ്? ദൈവം ദയ കാണിക്കുന്ന വർഷമാണ്. അന്യദേശക്കാരത്തിയായിരിക്കെ നീ എന്നെ എത്രത്തോളം വിചാരിക്കുവാൻ എന്ന് പറയുന്ന സമയത്ത് നിന്നെ കുറിച്ചുള്ള നല്ല വാർത്ത, നീ എടുത്ത തീരുമാനം, നല്ല തീരുമാനങ്ങളെ ദൈവം അംഗീകരിക്കും. അത് 10 പേര് അറിയും. ചിലപ്പോൾ തെറ്റ് ചെയ്താൽ ഇന്ന് 10 പേര് അറിയും. പക്ഷെ നല്ല കാര്യം അറിയണമെങ്കിൽ കുറെ സമയം എടുക്കും, അല്ലേ? ഒരു മോശ പേര് വന്നാൽ, ഒരു പയ്യൻ്റെ കൂടെ ഒരു പെണ്ണ് ചാടിപ്പോയി കഴിഞ്ഞാൽ 10 പേര് അറിയും. ചിലപ്പോൾ ഒരു കുഞ്ഞിനെയും കൊണ്ട് വരുന്ന സമയത്ത് ചോദിക്കില്ല, നിന്റെ കല്യാണം എന്നാ കഴിഞ്ഞേ? ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. അത് വൈകും എന്ന് പറയുന്നത് പോലെയാണ് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ആമേ അംഗീകരിക്കുക. നിന്നെ കുറിച്ച് 10 പേര് നല്ലത് പറയത്തക്കവണ്ണം ബോവാസ് നിന്നെ കുറിച്ച് നല്ലത് കേട്ടത് കൊണ്ടാണ് ഈ വയലിൽ കയറ്റിയത്. നീ എടുത്ത തീരുമാനം നല്ലതായി കൊണ്ടാ, നീ ദൈവത്തെ സ്വീകരിച്ചത് കൊണ്ടാ. ആമേ, ഇന്ന് നീ വയലിൽ ഇരിക്കണമെങ്കിൽ നീ ദൈവത്തെ സ്വീകരിക്കാതെ അവിടെ തന്നെ നിന്റെ ദേശത്ത് നിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ, അല്ല നിന്റെ ദേശത്ത് നിന്ന സമയത്ത് നീ സേവിച്ച ദൈവത്തെ കൊണ്ടുവന്നിട്ടുണ്ടിരുന്നെങ്കിൽ, ആ തീരുമാനം എടുത്തിരുന്നെങ്കിൽ ഈ ബോവാസിന്റെ വയലിൽ കയറ്റത്തില്ലായിരുന്നു. കാര്യം എന്താണ്? നീ വിടേണ്ടതെല്ലാം വിട്ടു, എടുക്കേണ്ടതെല്ലാം എടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എടുക്കേണ്ടതെല്ലാം എടുത്ത് നല്ല തീരുമാനമായതുകൊണ്ടാ നിന്നെ കുറിച്ച് നിന്റെ അപ്പനെയോ അമ്മയെയോ സ്വദേശത്തെ വിട്ട്, ആദ്യം നിന്റെ അപ്പനെ വിട്ടു, അമ്മയെ വിട്ടു, നിന്റെ സ്വദേശം വിട്ടു, മുമ്പേ അറിയാത്ത ജനത്തിന്റെ അടുക്കലേക്ക് വന്നിരിക്കുന്ന വിവരമൊക്കെയും ഞാൻ കേട്ടിരിക്കുന്നു. നിന്റെ നല്ല പ്രവൃത്തികളെ അടുത്ത് 12ാമത്തെ വാക്യത്തിൽ പറയുന്നു, നീ നല്ല പ്രവൃത്തി ചെയ്താൽ ദൈവം അനുഗ്രഹിക്കും. ദൈവ പൈതലേ, നിന്റെ നല്ല പ്രവൃത്തിക്ക് ഇന്നല്ലെങ്കിൽ നാളെ അംഗീകാരമുണ്ട്, മറക്കരുത്. നല്ല പ്രവൃത്തികൾക്ക് അംഗീകാരമുണ്ട്. ബൈബിൾ പഠിപ്പിക്കുന്നു. നിന്റെ നല്ല പ്രവൃത്തിക്ക് ഈ വിവരമൊക്കെ ഞാൻ കേട്ടിരിക്കുന്നു. നിന്റെ പ്രവൃത്തിക്ക് അടുത്ത് പറയുന്നു, യഹോവ പകരം നൽകട്ടെ. ദൈവം പകരം തരും. നല്ല പ്രവൃത്തികൾക്ക് എന്ത് വരും? ദൈവം നമുക്ക് പ്രതിഫലം തരുന്ന വർഷം. മറക്കരുത്. പ്രതിഫലം തരുന്ന വർഷം. നല്ല പ്രവൃത്തികൾക്ക്, നല്ല ആരാധനകൾക്ക്, നല്ല സ്തുതികൾക്ക് നല്ല പ്രതിഫലം തരും. ഹല്ലേലൂയ. ഇന്ന് ആത്മീയമായി ചിന്തിക്കുമ്പോൾ ഈ 2024 പറയണം, ദൈവഹിതമില്ലാത്ത ആരാധന വേണ്ട, ദൈവഹിതമില്ലാത്ത പ്രാർത്ഥന വേണ്ട, ദൈവഹിതമില്ലാത്തത് ഒന്നും എൻ്റെ ജീവിതത്തിൽ വേണ്ട എന്ന് പറയുന്നവർക്കായി സ്തോത്രം. 2024 പറ, ദൈവഹിതമില്ലാത്ത യാത്രകൾ, ദൈവഹിതമില്ലാത്ത പ്രാർത്ഥനകൾ, ദൈവഹിതമില്ലാത്ത ആരാധനകൾ, ദൈവഹിതമില്ലാത്ത തീറ്റയും കുടിയും അത് എൻ്റെ ജീവിതത്തിൽ വേണ്ട.
ഇന്ന് പ്രഭാതത്തിൽ മുഴങ്കാൽ മടക്കി കണ്ണുനീരോടെ ഞാൻ പ്രാർത്ഥിച്ചു. ആ സമയത്ത് ഇന്ന് നേരത്തെ എഴുന്നേറ്റു. ആ സമയത്ത് ദൈവാത്മാവ് എന്നോട് സംസാരിച്ച കാര്യമാണ്, ദൈവഹിതമില്ലാത്ത ആരാധനകൾ, ദൈവഹിതമില്ലാത്ത പ്രാർത്ഥനകൾ, ദൈവഹിതമില്ലാത്ത യാത്രകൾ, ദൈവഹിതമില്ലാത്ത തീറ്റികൾ. ഇനിയിപ്പോ ഒരുപാട് പലതും വരും. വലിയമ്മയും കുഞ്ഞമ്മയും ചേച്ചിയൊക്കെ കൊണ്ടുവരും. കൊച്ചപ്പനും വലിയച്ഛനും ചിറ്റപ്പനും എല്ലാം ഓസിന് വരുമ്പോ ആസിറ്റ് അടിക്കരുത്, അകം കരിഞ്ഞുകൊണ്ട് പോകും. ഓസിന് കിട്ടിയാൽ ആസിറ്റ് അടിച്ചാ നിന്റെ പള്ള കത്തിക്കൊണ്ട് പോകും. ഹല്ലേലൂയ. കരിഞ്ഞു പോകാതിരിക്കുവാനാ ആത്മാവ് പറയും, ദൈവഹിതമില്ലാത്ത തുടരുത്. പലതും കാണിച്ചു തരും. നിങ്ങൾ പറയുമ്പോഴേക്കും ഇത്രയൊക്കെ വേണോ? 2024 വേണം, 24 വേണം. കാര്യം എന്താണ്? ഒരു കൊള്ള ഇതിനകത്തുണ്ട്. കൊള്ള ഇന്ന് പൊട്ടിക്കൂല, അടുത്ത ആഴ്ച കൊള്ള പൊട്ടിക്കും. അതിനകത്ത് നിങ്ങൾ കയറണം. ഹല്ലേലൂയ. അതിനകത്ത് ഇപ്പൊ കൊയ്ത്താ നടക്കുന്നത്, കൊയ്ത്തിലെ സന്തോഷമാണ് നടക്കുന്നത്. അതാ കൊയ്ത്ത് സമയത്ത് ദൈവഹിതമില്ലാത്ത കറ്റ എടുക്കത്തില്ല, ദൈവഹിതമില്ലാത്ത വെള്ളം കുടിക്കത്തില്ല. എല്ലാം ദൈവഹിതമുള്ളത് നിങ്ങൾ നിസ്സാരമായിട്ട് കാണരുത്. ചിലർക്ക് എന്റെ പ്രസംഗം കേൾക്കുമ്പോൾ നിസ്സാരമാണ്. ഇന്ന് രാവിലെ ഒരു അമ്മ വിളിച്ചിട്ട് പറഞ്ഞു, ദൈവദാസനെ, ഇങ്ങനെ പറയും, എന്റെ ദൈവദാസനെ. ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇങ്ങനെ എന്നെ കണ്ടിട്ടില്ല, ആമേ, എന്നെ കണ്ടിട്ടില്ല, എന്റെ പ്രാർത്ഥന കേട്ടില്ല, എന്റെ ദൈവദാസനെ. ഇത്ര പറ. രാവിലെ കൊച്ചു വെളുപ്പാകാലത്ത് തന്നെ ഫോൺ വിളിച്ചൊന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥിക്കേണ്ടത്? ഞാൻ കട തുറക്കാൻ പോവുകയാണ്. കണ്ണടച്ചിട്ട് അങ്ങ് പ്രാർത്ഥിച്ചപ്പോ പറഞ്ഞു, ഇന്ന് ഞായറാഴ്ചയല്ലേ. ഫോൺ കട്ട് ചെയ്തു. ഇന്നെന്താ ഇന്നലെ പരിപാടി? അത് ഞാൻ പീടികയും ചായത്തട്ടും പരിപാടിയാണ്. ഇന്ന് ഞായറാഴ്ച കട തുറക്കും. ഉറക്കഭ്രാന്തനാണ് ഞാൻ ചോദിക്കുന്നത്. രാവിലത്തെ സൃഷ്ടി ചാനൽ കണ്ട് വിളിക്കുക. പ്രാർത്ഥിച്ച് 2 വാക്ക് പ്രാർത്ഥിച്ചപ്പോൾ ആത്മാവ് ചോദിക്കാൻ പറഞ്ഞു, ഇന്ന് ഞായറാഴ്ചയല്ലേ എന്ന്. ദേവദാസനെ രാവിലെ കട തുറക്കും കേട്ടോ. എനിക്ക് പ്രാർത്ഥിച്ചാണ് ദേവദാസൻ തുടങ്ങാൻ. ഞാൻ പ്രാർത്ഥിച്ചിന്ന് രാവിലെ തുറന്നു കൊടുക്കണം. നല്ല പരിപാടി. പ്രാർത്ഥിച്ച് സ്റ്റോപ്പ് ചെയ്ത് ചോദിച്ചു, എവിടെന്നാ? ഇന്ന ദൂരെന്നാ, ഇന്ന സ്ഥലത്താ. രാവിലെ ഞാൻ 1 മണിക്കൂർ തുറക്കും കേട്ടോ ദേവദാസനെ. എന്നിട്ട് ഞാൻ പള്ളിയിൽ പോകും. ഏത് പള്ളിയിലാണ് പോകുന്നത്? അത് അഭിമാനത്തോടെ പറയാം, CSA പള്ളിയില്ല. ഞാൻ CSA പള്ളിയിൽ പോകും. എന്നിട്ട് പറഞ്ഞു, ഞാൻ പള്ളിയിൽ പോയിട്ട് ഞാൻ വീണ്ടും തുറക്കും. ഞാൻ ചോദിച്ചു, അപ്പച്ചൻ്റെ പേരെന്താ? പേര് പറയില്ല. ഇത് പേര് കേട്ട് കഴിഞ്ഞാൽ നാളെ അത് കേൾക്കും. പേര് വേണ്ട, ഇന്ന പേര്. ഞാൻ പറഞ്ഞു, അപ്പച്ചാ. അപ്പോൾ അപ്പച്ചനാണ്. ഇത് ശരിയല്ല, വിശുദ്ധ ദിവസം കട തുറക്കുന്നത് ശരിയല്ല അപ്പച്ച. അപ്പോൾ അപ്പച്ചവന്, എൻ്റെ ദേവദാസനെ, ഞാൻ ഇനി തുറക്കത്തില്ല കേട്ടോ. ഞാൻ പറഞ്ഞു, അപ്പച്ച, ഇന്നത്തെ അടച്ചിട്ടതൂടെ നാളെ ദൈവം തരാൻ പോവുകയാണ്. ഞാൻ വീണ്ടും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പച്ച, ഇന്നത്തെ ഞായറാഴ്ച നമുക്ക് വേണ്ട. ഈ ചാനലിലൂടെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവത്തെ ഇങ്ങനെ പറ്റിച്ചുള്ള പരിപാടി ഉണ്ടല്ലോ. രാവിലെ ഇത്തിരി പണി, ഉച്ചയ്ക്ക് ശേഷം ഇത്തിരി പണി. ഞായറാഴ്ച പൊതു ലീവ് ആദ്യം പ്രഖ്യാപിച്ചിരിക്കുന്നത്. യാത്ര പോലും പാടില്ലെന്ന് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ അപ്പച്ച, നിങ്ങൾ പൂർണ്ണമായിട്ട് അടയ്ക്കണം. നാളെ തന്നെ രാവിലെ വെളുപ്പാങ്കാലത്ത് വിളി. അത് 5:30 മണിക്ക് 6 മണിക്ക് എടുത്ത് വിളിക്കും. അത്രയും നേരം വിളിക്കുമ്പോൾ വിളിക്കുന്നത്. ഞാൻ പ്രാർത്ഥിച്ച് ഓപ്പൺ ചെയ്യാം. അപ്പച്ചനിപ്പോൾ 5-6 ദിവസം കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കണം. രാവിലെ ചെന്ന് അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ എന്നെ തന്നെ പൊക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല, വേണ്ട. അപ്പച്ചൻ പറഞ്ഞു, 1 ദിവസം വരാമെന്ന് പറഞ്ഞു. നിങ്ങളാ കേക്ക്. അപ്പച്ചൻ പറഞ്ഞു, ഈ എവിടെ സഭ എവിടെ നേട്ടു? ഞാൻ പറഞ്ഞു, മുറിഞ്ഞ പാലത്താണ് അപ്പച്ച, ഞാൻ വരും. ഞാൻ അല്ലെങ്കിൽ അപ്പച്ചൻ്റെ ഇടയിൽ കാണും. അപ്പച്ചൻ അല്ലെങ്കിൽ കാര്യം പ്രാർത്ഥിച്ച് ചില കാര്യങ്ങൾ പറയുമ്പോൾ ചിലർക്ക് സൂഹിക്കട്ടെ. കാരണം എന്നെ തന്നെ പൊക്കുന്നത് എനിക്ക് ശരിയല്ല, അത് അവിടെ തന്നെ ഇരിക്കട്ടെ. ആ വാക്കുകൾ ഞാൻ ദൈവനാമഹത്വത്തിലേക്ക് കൊടുക്കുകയാണ്. ഹല്ലേലൂയ. ചില വാക്കുകൾ അതിര് കിട്ടുന്നതിനാൽ ദൈവത്തെ അത്രത്തോളം മഹത്വം കൊടുക്കുന്നതിൽ ഇന്നത്തെ വചനം പലയിടത്ത് അത്ഭുതം സംഭവിക്കുന്നതുകൊണ്ടാ. ഹല്ലേലൂയ. വാക്കുകൾക്ക് അധികാരമായി ദൈവ പ്രവൃത്തി ഉള്ളത് കൊണ്ടാ ആ ഒരു ദൈവ ആരെന്ന് എനിക്കറിയില്ല, ആ പിതാവ് വിളിച്ച് പ്രാർത്ഥിച്ചത്. ഹല്ലേലൂയ. നീ ആമയെ അനുഗ്രഹിക്കണമെങ്കിൽ
നിന്നെക്കുറിച്ച് നല്ലത് പറയണമെങ്കിൽ നീ ഒരിക്കലും മറ്റൊരു വഴിയിൽ പോകാതിരിക്കണം. അനുസരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ കീഴിലായിരുന്ന നിന്നെക്കുറിച്ച് നല്ലത് കേട്ടാൽ 10 പേര് പറഞ്ഞില്ലെങ്കിലും സ്വർഗം പറയും, നീ എൻ്റെ മകളാണ്, നീ യേശുവിൻ്റെ മകളാണ്, ഹല്ലേലൂയ, യേശുവിൻ്റെ മകനാണ്, ഹല്ലേലൂയ. നമുക്ക് ഒന്നും നേടിയില്ലെങ്കിലും പറയണം, ഞാൻ യേശുവിൻ്റെ മോളാണ്. ആ ഒരു ലേബൽ നമ്മളെ മുഖത്ത് മതി. ധൈര്യമായിട്ട് അന്തസ്സായിട്ട് എവിടെയും പറയാം, ഞാൻ യേശുവിൻ്റെ മോളാണ്. എത്ര പേർക്ക് ചങ്കൂറ്റമുണ്ട് പറയാൻ? എത്ര പേർക്ക് ചങ്കൂറ്റമുണ്ട് യേശുവിൻ്റെ മോളെന്ന് പറയാൻ? യേശുവിൻ്റെ മോനെന്ന് എത്ര പേര് പറയും? യേശുവിൻ്റെ മോളെന്ന് ഇങ്ങോട്ട്, യേശുവിൻ്റെ മോൾ ഇങ്ങോട്ട്. യേശുവിൻ്റെ മോൾ 2024 2023 അല്ല, 24 പറയുന്നത്, ഞാൻ യേശുവിൻ്റെ മകളാണ്. യേശുവിൻ്റെ നിന്നെക്കുറിച്ച് 23 പറഞ്ഞ ഒന്നും കിണ്ടരുത്. 23 ആര് കുഴയ്ക്കരുത്. നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് പോയി, നിങ്ങളെക്കാട്ടിൽ പോയ ആളാണ് ഞാൻ, നിങ്ങളെക്കാട്ടി അങ്ങോട്ട്. അപ്പം അങ്ങോട്ടൊക്കെ പോട്ടെ. നിന്നെക്കുറിച്ച് നല്ലത് കേൾക്കുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട്. നിന്റെ നല്ല പ്രവൃത്തികളെ യഹോവ പകരം നൽകട്ടെ. കണ്ട, നല്ല പ്രവൃത്തിക്ക് ദൈവം പകരം തരും. ഈ വർഷം പകരം തരും. നിങ്ങൾ ആരും പകരം വിട്ടാൻ പോകണ്ട. നിങ്ങൾ 2 അടി അടിച്ച് പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിലോ ദൈവത്തിലെ എന്നോട് കേൾക്കുന്ന മക്കൾ, നിങ്ങൾ ആരെയും നിങ്ങളെ വീട്ടിൽ അതിര് തോണ്ടി അടിക്കാൻ പോവല്ലേ. നിങ്ങളെ തെറി വിളിച്ചു പോവരുതേ. തെറി വിളിക്കുന്നതിൻ്റെ വായിൽ പല്ല് പോവും ഈ വർഷം, ഉറപ്പാണ്. തെറി വിളിക്കുന്നതിൻ്റെ വായിൽ ഞാൻ ആത്മാവിൽ നിന്ന് പറയാം, അവൻ്റെ പല്ല് പോകും. ഈ വർഷം 31 മുമ്പേ പല്ല് പോയിരിക്കും. പിന്നെ പല്ല് വെച്ചാലും പപ്പ എന്നായിരിക്കും വന്നിരിക്കുന്നത്. ഹല്ലേലൂയ, പപ്പ അടിച്ചുകൂടി പല്ല് വിളിക്കുന്നതിന്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ വർഷം എന്ത് പറഞ്ഞാലും സ്തോത്രം പറഞ്ഞെടുത്തോളണം, സ്തോത്രം പറഞ്ഞെടുത്തോളണം. ഹല്ലേലൂയ. പപ്പ അടിച്ചടിച്ചടിച്ച് അവസാനം എല്ലാവരും ചിക്കൻ കടിച്ച് വലിക്കുമ്പോഴും മട്ടൻ കടിക്കുമ്പോഴും അവർ നോക്കിക്കണ്ടോ ഈ വിഴുങ്ങൊക്കെ. പ്രൈസ് അല്ലോ, ഹല്ലേലൂയ. വിഴുങ്ങി പോകാതിരിക്കുവാ, ദഹിച്ചു പോകാതിരിക്കുവാ, ഹല്ലേലൂയ. നിന്നെക്കുറിച്ച് നല്ല പറയുവാ, സ്തോത്രം പറഞ്ഞോളാം. പ്രതികാരം ദൈവം ചെയ്യും. പ്രതികാരം, നമ്മൾ പ്രതികാരത്തിന് പോണോ? പ്രതികാരം പോണോ? പോണ്ട. പ്രതിഫലം ദൈവം തരട്ടെ. സഹോദരിമാരെ, നിങ്ങൾ ആരോടത്തും ഇന്നത് പറഞ്ഞ്, അവൾ എന്നെ ഇങ്ങനെ പറഞ്ഞു, നാളെ പോലീസുണ്ട് പിടിപ്പിക്കാൻ പറയാം. കുറെ കരവര പോലീസുണ്ട്, കുറെ പോലീസുണ്ട്. കരവന മാത്രമല്ല, എനിക്കറിയാം പോലീസ് സ്റ്റേഷൻ എവിടെയൊക്കെയാണെന്ന്. ഞാനവിടെ കയറിയിട്ടുള്ളതാ. കാര്യം എന്തിനു തരുമോ? എൻ്റെ സഹോദരിയുടെ മോൾ ചാടിപ്പോയപ്പോൾ സമയത്ത് ഞാൻ കുറേ നേരം അവിടെ ചെന്നിരുന്നു പിടിച്ചുകൊണ്ട് വരാൻ. അല്ല, അതുകൊണ്ട് എനിക്കറിയാം അവിടുത്തെ പോലീസ് സ്റ്റേഷൻ കാര്യങ്ങളൊക്കെ. അല്ലില്ല, അതുകൊണ്ട് ആരും അവിടെ എന്തെങ്കിലും ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ആരെയും കണ്ടും കൊണ്ട് നീ ഇവിടെ കലം വയ്ക്കണ്ട. അവിടത്തെ വരെ കണ്ടും കൊണ്ട് നിൻ്റെ വീട്ടിൽ കലം വെച്ച് വ്യാപിക്കാൻ നിൽക്കണ്ട. കലം വയ്ക്കുമ്പോൾ വെള്ളം കൂടെ വെച്ചോ. ചിലർ കലം മാത്രം വെച്ച് ഗ്യാസിൽ വെച്ചിട്ട് പോകും. കലവും കത്തും, ഗ്യാസും കത്തും, വീടും കത്തും. അങ്ങനെ ആകരുത്, അങ്ങനെ ആയി പോകരുത്. ഹല്ലേലൂയ. നിന്നെക്കുറിച്ച് ദൈവം പറയുന്നത്, നിന്റെ നല്ല പ്രവൃത്തിക്ക് യഹോവ പകരം തരും. ഇതൊക്കെ ചെവിയിലൊക്കെ നുള്ളിയിട്ട് പറയണം, നെഞ്ചിലങ്ങോട്ട് ഇടിച്ച് കയറ്റണം. യേശു നിപ്പുണ്ട്. നിന്റെ അടുത്ത് യേശു ഉണ്ടെന്നുള്ള വിചാരം വേണം. എപ്പോഴും രാത്രിയും പകലും നീ കിടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും നീ കുത്തി വിടുമ്പോ ഒരു യേശു ഉണ്ടെന്ന് മനസ്സിലാക്കണം. മനസ്സിലായോ? തറയെന്ന് തേച്ച് ചാണാൻ ചവിട്ടിക്കുമ്പോൾ തേച്ച് വിടുന്നുണ്ട്. എൻ്റെ അമ്മ പണ്ട് ചാണാൻ മുഴുകും. ഞാൻ പറയും, ഞാൻ ചവിട്ടി തേച്ച് വിടും. ഇന്ന് ഫോണിൽ കൂടെ തേച്ച് വിടുന്നത്. ഒരു യേശു ഉണ്ട്, യേശു ഉണ്ട്, യേശു ഉണ്ട്. ആമേ, ഹല്ലേലൂയ. നിന്റെ പ്രവൃത്തിക്ക് ആമേ പ്രതിഫലം തരുന്ന യേശു ഉണ്ട്. 24 സറണ്ടർ ആയിക്കോ. എല്ലാം കുഴിച്ച് മൂടിയിട്ട് നിന്നോളം. കാര്യം എന്താണ്? ഒരു കൊയ്ത്ത് കാലമാണ്. ഒരു കൊയ്ത്തുകാല സമയമായതുകൊണ്ട് ഒരു സന്തോഷം എനിക്കുണ്ട്. മറക്കരുത്, ഇത് കൊയ്ത്ത് സമയമാണ്, കൊയ്ത്ത് കാലമാണ്. കൊയ്ത്തിന്റെ പിന്നാലെ നീ പൊയ്ക്കോ. ദൈവം നിന്റെ കൂടെ, ദൈവം എന്റെ കൂടെ. 2024 ദൈവം നിന്റെ കൂടെ, എന്റെ കൂടെ. ഹല്ലേലൂയ.
ഞാൻ ഇത്രയും ആത്മഭാരത്തോടെ നിങ്ങൾ പറയും ഇങ്ങേര് കീറി വിളിക്കണമെന്ന്. അവിടെ അകത്ത് കയറുമ്പോ അങ്ങ് സംഭവിക്കുന്നതാ. അല്ലേ കാര്യം എന്നോ, അതിന്റെ അനുഗ്രഹം നന്മകളൊക്കെ ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഞാൻ അനുഭവിക്കുന്നവനാ. ഉള്ളവനെ ഉള്ളതിനെ കുറിച്ച് പറയാൻ പറ്റൂ. ഇല്ലാത്തവർക്ക് എന്നും പറയും ഇല്ല 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 ഇല്ല. 2024 ഇല്ല 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 എന്നല്ല. 2024 എനിക്ക് ഭൗതികത്തിലെങ്കിലോ ആത്മീയത്തിലുണ്ട്. എന്റെ യേശു ഉണ്ട്. ഹല്ലേലൂയ. ആത്മീയത്തിൽ നിറഞ്ഞാൽ, ആത്മീയത്തിൽ നിറഞ്ഞാൽ നീ ഭൗതികത്തിൽ കൊണ്ടുപോകും. കൊയ്ത്ത മറക്കരുത്. ഒരു സന്തോഷത്തിന്റെ കാലമാണ് 2024. അടുത്ത് പറയുന്നു, നിന്റെ പ്രവൃത്തിക്ക് യഹോവ പകരം നൽകട്ടെ. ഇസ്രായേലിന്റെ ദൈവം യഹോവയുടെ ചിറയിൻ കീഴെ ആശ്രയിച്ചു വന്നിരിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. അടുത്ത് പറയുന്നു, ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ ചിറയിൻ കീഴിൽ ആശ്രയിക്കുന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം. ഈ വർഷം പൂർണ്ണ പ്രതിഫലമാണ് കേട്ടാ. ആരച്ചിറങ്ങില്ലായിരിക്കും? ആരച്ചിറങ്ങില്ല? കർത്താവ് യേശു ക്രിസ്തുവിന്റെ ചിറകിന്റെ കീഴിലായിരിക്കണം. ആമേൻ, ഹല്ലേലൂയ. ചിറകിൻ കീഴിലാണ്. ഇന്നു മുതൽ 8 ദിവസം അപ്പൻ്റെ ചിറകിൻ്റെ കീഴിലിരിക്കാനാ. പൂർണ്ണമായി ആഹാരം മാറ്റിവെച്ച്, 4 നേരവും മാറ്റിവെച്ച്, ഹല്ലേലൂയ, പൂർണ്ണമായി ചിറകിൻ്റെ കീഴിലിരിക്കുവാനാ. കാര്യം എന്താണ്? ഒരു അനുഗ്രഹം നമുക്കുണ്ട്. അവൻ്റെ ചിറകിൽ കീഴിലിരിക്കുന്ന ആശ്രയിക്കുന്നവർക്ക് ദൈവം എന്താണ് ഈ വർഷം കൊടുക്കുന്നത്? പൂർണ്ണ പ്രതിഫലം. അല്പമല്ല കേട്ടോ. കാര്യം എന്താണ്? എൻ്റെ ദൈവം പൂർണ്ണവാനാണ്. അവൻ പൂർണ്ണവാനാണ്. നീ അല്പത്തിൽ വിശ്വാസമില്ലെങ്കിൽ അധികത്തിൽ വിചാരനായി ദൈവം മാറ്റും. അപ്പോൾ പൂർണ്ണമായി പ്രതിഫലം മനുഷ്യൻ തരുമെന്ന് ആരും വിചാരിക്കരുത്. നിങ്ങൾ എന്ത് ചെയ്താലും, ആത്മീയ കാര്യത്തിലായാലും ഭൗതിക കാര്യത്തിലായാലും, നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ, നിങ്ങൾ കൂലിപ്പണിക്കാണ് പോണത്, അല്ലെങ്കിൽ എന്താണ് വേറെ പണിക്കുമ്പോൾ അവിടുത്തെ ശമ്പളം നോക്കി ജോലി ചെയ്യല്. പാത്രം കഴുകാനാണ് പോണത്, പിറുപിറുത്തുകൊണ്ട് തേക്കരുത്. പറ്റുമെങ്കിൽ ഒരു ആണിയോട് അടിച്ച് 2 കുത്തും കൊടുക്കരുത്. മുടിഞ്ഞ പാത്രം ഇങ്ങനെ പറയും, അവളെ മുടിഞ്ഞ പാത്രം കഴുകി എനിക്ക് പണിയും തീർന്നില്ല. തുടയ്ക്കാൻ കൂടെ മോബിനെ പിടിച്ച് 2 കുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത് ഒടിഞ്ഞാൽ മച്ചി ആളഞ്ഞ് തുടയ്ക്കണ്ടല്ല. ഒടിച്ചിട്ടിട്ട് പയ്യ ഒരുപാട് മോവ് ഇറങ്ങുന്നുണ്ടെന്ന് അറിയാം. ഒരു തുടയ്ക്കുന്ന സാധനം മാത്രമല്ല, ഒരുപാട് സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ ഈ വർഷം കാട്ടിക്കൂട്ടിയുള്ള പണികളും, ആമേ ഹല്ലേലൂയ, ഈ വർഷം ചെയ്യുന്ന പണി ആത്മാർത്ഥമായിരിക്കണം, സത്യസന്ധമായിരിക്കണം. ഉടമസ്ഥനെ കാണുമ്പോൾ 4 ആഞ്ഞു പിടിക്കണ വിട്ടുണ്ട്, അതങ്ങ് നിർത്തിക്കോളും. ആമേ ഹല്ലേലൂയ. നമുക്ക് പ്രതിഫലം തരുന്ന ആരാ? അല്ല, സാറ് വരുമ്പോൾ സാർ 2 ചാട്ടവും കസാരകളും 4 മടക്ക് ചേറുകൾ പോണ പോക്കണം നോക്കിക്കോളണം. മാലപ്പടക്കം പോലെയാണ് പോണത്. ഹല്ലേലൂയ. ഇതൊക്കെ നമ്മുടെ സ്ഥാപനത്തിൽ കാണുന്നുണ്ട്. ഹല്ലേലൂയ, ആമേൻ. കാര്യം എന്താണ്? നമ്മുടെ ദൈവം പൂർണ്ണമായി അനുഗ്രഹിക്കുന്നതാണ്. വിശ്വസ്തയോടെ നിങ്ങളെ ഏൽപ്പിക്കുന്ന ചെറിയ പണിയാണ്. കക്കൂസ് കഴുകാനാണ്. മലയാളത്തിൽ പറയുക, ബാത്റൂം എന്ന് എല്ലാവർക്കും അറിയാം. കക്കൂസ് കഴുകാനാണ് ഏൽപ്പിക്കുന്നത്. നിങ്ങൾ പറയും, പാസ്റ്ററെ കക്കൂസ് എന്ന് പറയില്ലേ? പിന്നെ കക്കൂസ് അല്ലാതെ ബാത്റൂം എന്ന് പറഞ്ഞിട്ട്, ആ ബാത്റൂം സ്റ്റാൻഡേർഡായിട്ട് പറയാം. ബാത്റൂം കഴുകാനാണ് നിങ്ങൾ ഏൽപ്പിച്ചത്. എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഈ തമ്പാനൂർ ടൂറിസ്റ്റ് ഹോമില്ലേ, ഏതൊക്കെ ടൂറിസ്റ്റ് ഹോം അറിയാം? സഭയാറ്, ശ്രീദേവി, അതുപോലെ തന്നെ ഒന്നിൻ്റെ പേര് മറന്നുപോയി. അവിടെയൊക്കെ അന്തസ്സായിട്ട് റൂം ബോയ് ആയിട്ട് നിന്നിട്ട് അവിടെ പോകുമ്പോൾ അന്തസ്സായിട്ട് അവിടെ ക്ലീനിങ് ആളുടെ ഉച്ച കഴിയുമ്പോൾ ഈ റൂം ബോയെ ചെന്ന് ബാത്റൂം കഴിയുന്ന ജോലി ഞാൻ അന്തസ്സായിട്ട് ചെയ്തിട്ടുണ്ട്. അഭിമാനത്തോടെ ചെയ്തത് കൊണ്ടാണ് ഇന്ന് എൻ്റെ ദൈവം എന്നെ ഈ നിലവാരത്തിൽ എത്തിച്ചത്. ഒരു പിറുപിറുപ്പും വെറുതില്ല. കാര്യം തന്നെ, ചെയ്ത ജോലി ഞാൻ ആത്മാർത്ഥയോട് തീട്ടം കോരി. എനിക്ക് പറയുന്നതിന് അഭിമാനമുണ്ട്. അല്ല, ഇത്രയും നല്ല ടിപ് ടോപ്പിൽ നിന്നുകൊണ്ട് സാറിന് പറഞ്ഞ മോശമല്ലേ, ലോകരെ നാണക്കേടുണ്ടെങ്കിൽ നാണക്കേട് തന്നെ. ചെയ്യുന്ന ജോലി നാണക്കേട് ഞാൻ പറയത്തില്ല. എന്നെ അറിയുന്നവർ വല്ലപ്പോൾ അറിയണം, ഇങ്ങനെയൊക്കെ കയറി വന്ന ആളാണ്. ചെയ്യുന്ന ജോലി സത്യസന്ധമായിട്ട്. അവിടുത്തെ ഉടമസ്ഥ വരുമ്പോൾ എന്നെ അവിടുത്തെ മാനേജറെന്ന് നോക്കില്ല, മാനേജർ ആക്കിയിട്ടുണ്ട്. മാനേജർ കിടന്ന് ഉറങ്ങുമ്പോൾ
നൈറ്റ് ആൾ വരും കേട്ടോ, നീ എല്ലാ പൈസ മാറ്റി റെഡി ആക്കിക്കോളണം. ഓ മാനേജർ വഴി മാനേജർ നല്ല കട്ടിലും മെത്തയും കിടക്കുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും തറയിൽ ചെന്ന് കിടക്കും. നമുക്ക് കട്ടിലും മെത്തയൊന്നും ഇല്ല. അടുത്ത ആൾ വരുമ്പോൾ നമ്മൾ മാറിക്കൊണ്ടിരിക്കും. പ്രത്യേകിച്ച് റൂമും ഇല്ല, എവിടെയെങ്കിലും ഒരു മൂലയ്ക്കകത്താ. ചെയ്യുന്ന ജോലി ആത്മാർത്ഥതയോടെ ചെയ്തത് കൊണ്ടാണ് ഇന്നെൻ്റെ ദൈവം ആത്മാർത്ഥയ്ക്ക് ഒരു മാർക്ക് ഇടുന്നൊരു ദിവസമുണ്ട്. ആത്മാർത്ഥയ്ക്ക് സത്യസന്ധയോടെ ജോലി ചെയ്താൽ നിന്നെ മാർക്ക് ഇടുന്നൊരു ദൈവമുണ്ട്. അന്ന് നമുക്ക് വിശ്വസ്തയോടെ നമ്മൾ ചെയ്യണം. അല്ലേ, ചെയ്യുന്ന ജോലി ആത്മാർത്ഥതയോടും വിശ്വസ്തത ചെയ്യുമെങ്കിൽ പൂർണ്ണ പ്രതിഫലം വരുന്ന വർഷമാണ്, മറക്കരുത് എന്ന് ഉത്തരം പറഞ്ഞു. അതിന് അവൾ അടുത്ത് പറയാ, അവൾ 13-ാം വാക്യം, യജമാനെ, അതിന് അവൾ യജമാനെ, ഞാൻ നിന്റെ ദാസിമാരിൽ ഒരുത്തിയെ പോലെ അല്ല എന്ന് വരികെങ്കിലും നീ എന്നെ ആശ്വസിപ്പിക്കുകയും അടിയനോട് ദയയായി സംസാരിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം എന്നോട് നിനക്ക് കൃപ തോന്നിയല്ലോ എന്ന് പറഞ്ഞു. ദൈവമക്കളെ, ഈ വർഷം ഒരുപാട് നീ ആശ്വസിപ്പിക്കണം. നിന്റെ അടുക്കൽ വരുന്നവരെ ആശ്വസിപ്പിക്കണം. ആശ്വസിപ്പിക്കാതെ വിടരുത്. കാര്യം എന്താണ്? ഞാൻ അന്യദേശക്കാരിയാണെങ്കിലും നീ എന്നെ ആശ്വസിക്കുന്ന വചനവും നീ എന്നെ ഞാൻ കോരാതെ വെള്ളം കുടിക്കുവാനും നിനക്ക് വേറെ വയലിൽ പോകാതെ നിർത്തുവാനും നീ എന്നെ ഒരുപാട് പരിഹരിക്കുന്നു. കാര്യം എന്താണ്? അത്രത്തോളം ഒരു ദയ നിന്നുമേലുണ്ട്. ആശ്വസിപ്പിക്കുന്നതിൽ അടിയനോട് ദയുണ്ടായി. ഇന്ന് ദൈവമക്കളെ, ഈ വർഷം ഒരുപാട് ദയ കാണിക്കണം. നിങ്ങളടുത്ത് പലരും വരും, ദയ കാണിക്കണം. അവരടിച്ച് ഓട്ടിക്കരുത്, കരഞ്ഞും കൊണ്ട് വരും, ദയ കാണിക്കണം. എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളെ വീടെഴുതി കൊടുക്കാനല്ല ഞാൻ പറയുന്നത്. വീടില്ല എന്നും പറഞ്ഞിട്ട് പലരും കരഞ്ഞുകൊണ്ട് വരും. നാളെ എൻ്റെ വീട് നിൻ്റെ പേരിൽ തരാം എന്നല്ല. സമാധാനപ്പെട്ട് പ്രാർത്ഥിക്കാം. യേശുവിന് അങ്ങോട്ട് കൊടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഇത്തിരി പഴങ്കഞ്ഞിയിൽ പറ്റിട്ട് കൊടുക്കും പോലെ പണ്ട് ഇത്തിരി വെള്ളം കൊണ്ട് വാന്ന് പറയുമ്പോൾ 2 പറ്റിട്ട് കൊടുക്കും എന്ന് പറഞ്ഞ പോലെ ഇന്ന് ആശ്വാസത്തിൻ്റെ വചനങ്ങൾ നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്നും മരണത്തിലേക്ക് താഴോട്ട് പോകുന്ന മരണത്തിൻ്റെ ഒരു കച്ചിത്തുമ്പിലേക്ക് മരണം മുഖാമുഖം കണ്ട് മുന്നോട്ട് പോകുമ്പോൾ നീ അവരെ ആശ്വസിപ്പിച്ച് നിത്യജീവനിലേക്ക് കൊണ്ടുവരണം. ഹല്ലേലൂയ. നീ ആശ്വസിപ്പിക്കുകയും അടിയനോട് ദയയായി സംസാരിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം എന്നോട് നിനക്ക് കൃപ തോന്നിയല്ലോ. അത് ആത്മാർത്ഥത ഉള്ളതുകൊണ്ടാണ് ദയ തോന്നുന്നത് കേട്ടോ. സത്യസന്ധത ഉള്ളതുകൊണ്ടാണ്. നീ ദൈവത്തെ സ്വീകരിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഭയങ്കര ആത്മാർത്ഥമായിരുന്നു നിന്നുള്ളിൽ വരുന്നത്. നീ ദൈവത്തെ സ്വീകരിക്കാതെ പക്ഷെ നിനക്ക് ആത്മാർത്ഥത കിട്ടത്തില്ല. നിനക്ക് സത്യസന്ധതയുള്ള ഒരു പരിണയം കിട്ടത്തില്ല. നിനക്ക് ഒരു അംഗീകാരം കിട്ടൂല ഈ വർഷം. യേശുവിനെ സ്വീകരിക്കുന്നതിന് മാത്രമേ കിട്ടൂ. യേശുവിനെ സ്വീകരിക്കുന്നതിന് മാത്രമേ അംഗീകാരം കിട്ടൂ. കാര്യം എന്താ? ബൈബിൾ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്. നിങ്ങൾ പറയുക, അല്ല ഞാൻ വീട്ടിൽ നിന്ന് എഴുതിക്കൊണ്ടൊന്നോ വീട്ടിൽ നിന്ന് എടുത്ത ബൈബിളൊന്നും അല്ല. ബൈബിളിൽ എഴുതി വെച്ച ഭാഗം അവൾ മോവാ ദേശത്ത് വെച്ച് പറഞ്ഞു, നിന്റെ ദൈവം എൻ്റെ ദൈവം, അവിടെയായി ഇടപെട്ടത്. അടുത്ത് വായിക്കാം 14. അതിന് യജമാനെ 14 ഭക്ഷണ സമയത്ത് അവളോട്, ആഹാരം കഴിക്കുന്ന സമയം ഉച്ചയായി. നിങ്ങൾക്ക് ഏതാണ്ട് ഉച്ച സമയമായി തോന്നുന്നു. ഭക്ഷണം കഴിക്കാൻ സമയമായി. ഉച്ച സമയമായി. ഭക്ഷണ സമയത്ത് ബോവാസ് അവളോട്, ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാ. അവൾ വിശന്നിരിക്കുന്ന വീട്ടിൽ നിന്നൊന്നും കൊണ്ടുവന്നിട്ടില്ല അല്ലേ? അവൾ ഒന്നും എടുക്കാമെന്നു. പക്ഷേ ബാല്യക്കാർക്ക് ആഹാരമുണ്ട്, ബോവാസിന് ആഹാരമുണ്ട്. പക്ഷേ ബാല്യക്കാർക്ക് ആഹാരം അവൾ കൊണ്ടുവന്നില്ല. പക്ഷെ നിനക്ക് വേണ്ടി 2024 ദൈവം കരുതുന്നുണ്ട് കേട്ടോ. നീ ഈ വർഷം പട്ടിണി കിടക്കത്തില്ല. 2024 പട്ടിണി കിടക്കത്തില്ല. ഈ വർഷം ദൈവാത്മ പറയുന്നു, നീ പട്ടിണി കിടക്കാൻ അനുവദിക്കത്തില്ല. കരമടിച്ചു ദൈവത്തിന് മഹത്വം കൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിനെ പട്ടിണി കിടത്ത് അനുവദിക്കത്തില്ല. ഈ വർഷം നല്ല ഫുഡല്ലേ? കാര്യം എന്താണ്? നല്ലത് കഴിക്കും. ഈ വർഷം നീ പട്ടിണി കിടക്കത്തില്ല. മറക്കരുത്, പട്ടിണി കിടക്കണമെങ്കിൽ നീ മനസ്സിലാക്കണം, ദൈവത്തെ സ്വീകരിച്ചിട്ടില്ല. ഹല്ലേലൂയ. ദൈവത്തെ സ്വീകരിക്കുന്ന ദൈവ പൈതലേ, നീ ഒരിക്കലും പട്ടിണി കിടക്കത്തില്ല. ഉച്ചയായ സമയത്ത്, ഭക്ഷണ സമയത്ത് ആ സമയത്ത് പറയുന്നു ബോവാസ് അവളോട്, ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുക. കഷ്ണ ചാറ്റിൽ മുക്കി കൊള്ളുക എന്ന് പറഞ്ഞു. അങ്ങനെ അവൾ കൊയ്ത്തുകാരുടെ അരികെ ഇരുന്നു. നീ എവിടെ? ആരെടുത്തിരുന്നു? കൊയ്ത്തുകാരത്ത്.
ബൈബിൾ എന്താ എഴുതിയിരിക്കുന്നത്? യെശയ്യാവ് 9:3 വാക്യത്തിൽ കൊയ്ത്തുകാരത്തില്. അപ്പൊ നീ ആരടുത്തായിരിക്കണത്? കൊയ്ത്തുകാരുടെ അടുത്ത്. വചനം ഇതാ കിടക്കുന്നു. കൊയ്ത്തുകാരുടെ അടുത്തായിരുത്തുന്ന ദൈവം. കൊയ്ത്തുകാരത്തെ അടുത്ത് എന്താണ്ട്? സന്തോഷമുണ്ട്. നിന്നെ സന്തോഷമുള്ള അടുത്ത് മാത്രമാണ് ദൈവം ഈ വർഷം ഇരുത്തുന്നത്. ഹല്ലേലൂയ. ആ ഉച്ച സമയത്ത് കൊയ്ത്തുകളുടെ അടുക്കരികിലിരുന്നു. അവൾക്ക് എന്തു കൊടുത്തു? മലർ കൊടുത്തു. അവൾ തിന്നു തൃപ്തിയായി. കണ്ട, തരുന്ന സാധനം തൃപ്തിപ്പെടണം. ഈ വർഷം തരുന്ന സാധനം ഇനി ഇവിടെ നിന്ന് തൃപ്തിപ്പെടാതെ മലരാണ് കൊടുത്തത്. ഇനി മലരും പോരാ, ഇനി ഇവിടത്തെ മലരൊന്നും പോരാ, ഇനി അപ്പുറത്തെ വീട്ടിലെ മലരൂടെ കഴിച്ചാലേ പറ്റുള്ളൂ എന്നും പറഞ്ഞിരിക്കരുത്. അതാ ദൈവം തരുന്ന ആഹാരം അത് സ്തോത്രം പറഞ്ഞ് കഴിക്കാൻ ഒരു കൃപ നീ പ്രാപിച്ചോളാം. നിങ്ങൾ കഴിച്ചിട്ട് ശേഷിപ്പ് വരുത്തും. ആമേ. നിങ്ങൾക്ക് മാത്രമല്ല, ഒരു ശേഷിപ്പുള്ള കാലമാണ് 2024. ദൈവത്തിൻ്റെ ആത്മ പരിശുദ്ധരുന്നു ഒരു ശേഷിപ്പ് തരുന്നൊരു വർഷമാണ്. ആമേ. ദൈവം നാളത്തേക്കൂടെ, ഇന്നത്തേക്ക് മാത്രമല്ല നാളത്തേക്കൂടെ ശേഷിക്കുന്ന ഒരു വർഷമാണ്. വായിച്ചേ. അവൾ പെറുക്കുവാൻ എഴുന്നേറ്റപ്പോൾ വീണ്ടും ഉച്ചഭക്ഷണം കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങിയില്ല. നമ്മളാണെങ്കിൽ കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് ഇല്ല. ഭക്ഷണം കഴിഞ്ഞ ശേഷം അവൾ വീണ്ടും എഴുന്നേറ്റു. ബോവാസ് 15-ാമത്തെ വാക്കിൽ ബോവാസ് തന്റെ ബാല്യക്കാരോട് അവൾ കറ്റകളുടെ ഇടയിൽ തന്നെ പെറുക്കിക്കൊള്ളട്ടെ. അവളെ കറ്റകളുടെ ഇടയിൽ നിന്നും, കറ്റകളുടെ ഇടയിലാണ് നിർത്തുന്നത്. കറ്റ ഇല്ലാത്തടുത്തല്ല നിന്നെ നിർത്തുന്നത്, കറ്റയുടെ ഇടയിലാ ദൈവം നിർത്തുന്നത്. 2024 കറ്റയുടെ ഇടയിലാ ദൈവം നിന്നെ നിർത്തുന്നത്. മറക്കരുത്. കറ്റയുടെ അനുഗ്രഹത്തിന്റെ നടുവിലാ സ്വർഗം നിന്നെ നിർത്തുന്നത്. കറ്റയുടെ ഇടയിൽ നിർത്തി അവളെ ഉപദ്രവിക്കരുത്. നോക്കിക്കോളാം, അവളെ ഉപദ്രവിക്കരുത്. പറക്കേണ്ടതിന് അവൾക്കായിട്ട് കറ്റകളിൽ നിന്ന് നോക്കിക്കോളാം. അവളെ ബാല്യക്കാർ പറയും, അവളെ ഉപദ്രവിക്കരുത്. ചിലത് പിറക്കേണ്ടതിന് അവൾക്കായിട്ട്. അതാ നമ്മളിന്ന് വായിച്ചത്. കറ്റകളുടെ ഇടയിൽ നിർത്തിയിട്ട് അവളെ ഉപദ്രവിക്കരുത്. ചില ഉപദ്രവിക്കുന്നവരുണ്ട്. നിന്റെ അനുഗ്രഹത്തെ അസൂയകൾ കാണുന്നവരുണ്ട്. നിന്റെ അനുഗ്രഹം പലർക്കും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. നിന്റെ ചില നന്മകളുടെ ചിലത് വരുന്നത് ചിലവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാ പറയുന്നത്, നിന്നെ ഉപദ്രവിക്കുക ചിലർ പദ്ധതി ഇടുമ്പോ ഇവിടെ സ്വർഗം പറയുന്നത് ചിലതിനെ വിലക്കുന്നുണ്ട്. ശത്രുവിന്റെ മേലൊരു ജയമുണ്ട്. നിന്നെ ഉപദ്രവിക്കുക ശത്രു പദ്ധതി ഒരുക്കുമ്പോ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തി. ഈ 2024 പറയുന്നു, നിന്നെ ഉപദ്രവിക്കുവാൻ ശത്രു കെണി ഒരുക്കുമ്പോ അതിനെ വെട്ടി മാറ്റുന്ന ഒരു ദൈവമുണ്ട്. ഈ വർഷം നിന്നെ ഉപദ്രവിക്കുവാൻ ചില ദുഷ്ടശക്തികളെ, ദുഷ്ടമൃഗങ്ങളിൽ നിന്ന് ദൈവം നിന്നെ വിടുവിക്കുന്ന വർഷം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമടിച്ച് ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ, ശക്തിയോടെ മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദുഷ്ടന്മാരിന്ന് വിടുവിക്കുന്ന കാര്യം എന്താണ്? ഇത് കൊയ്ത്തിന്റെ വർഷമാണ്. ഇത് കൊയ്ത്തിന്റെ സമയമാണ്. 2024 കൊയ്ത്തിന്റെ സമയമാണ്. അതുകൊണ്ട് ഉപദ്രവങ്ങളിൽ നിന്ന് വിടുവിക്കുന്ന വർഷം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ നിന്നെ ചിലരുടെ ഇടയിലേക്ക് കയറ്റിവിടുന്നു. ഈ വർഷം നിന്നെ ചിലരുടെ ഇടയിൽ കയറ്റിവിടും. 2024 കറ്റയുടെ ഇടയിലാണ് കയറ്റിവിടുന്നത്. അനുഗ്രഹം ഉള്ളെടുത്താ കയറ്റിവിടുന്നത്, ഇല്ലാത്തടുത്തല്ല. അനുഗ്രഹം ഉള്ളെടുത്ത് പറ, യേശുവേ എന്നെ ഒന്ന് കയറ്റിവിടണം. പറ, ഇത് കേൾക്കുമ്പോൾ പറ, യേശുവേ എന്നെ അനുഗ്രഹത്തിലേക്ക് ഒന്ന് കയറ്റിവിടപ്പാ. ഒന്ന് പ്രാർത്ഥിച്ചോ, ഒന്ന് പിടിച്ചെടുത്തോ, ഒന്ന് പ്രാപിച്ചോ. ഈ 2020 അപ്പാ എന്നെ ഒന്ന് കയറ്റിവിട്. നിന്നെ കയറ്റിവിടുന്ന ഒരു ദൈവമുണ്ട്. ദൈവ പൈതലേ, ഒരു വ്യക്തിയെ കയറ്റിവിടാതെ ഒരിക്കലും പോകാൻ പറ്റത്തില്ല. ഒരു അന്യന്റെ വയലിൽ പോകണമെങ്കിൽ അവിടെ ഒരു ദൈവം ഉണ്ടായിരിക്കണം. ആ കറ്റയുടെ ഇടയിൽ കയറ്റണമെങ്കിൽ ഒരു ദൈവം ഉണ്ടായിരിക്കണം. ഒരു പരിചയമില്ല, ആരെയും അറിഞ്ഞുകൂടാ. ഈ ബാല്യക്കാർക്ക് ആരെയും പരിചയമില്ല. ഈ വയലിന്റെ ഉടമസ്ഥ ബോവാസിനെ പോലും പരിചയമില്ല. പക്ഷെ ഒരാളെ മാത്രമേ പരിചയമുള്ളൂ.
ഞാൻ മോവാബ് ദേശം വിടുന്ന സമയത്ത് എൻ്റെ ഹൃദയത്തിനകത്ത് വന്ന ഒരാൾ മാത്രമേ ഉള്ളൂ. അത് നാസറനായ യേശു ക്രിസ്തുവാണ്. അത് നാസറനായ യേശു ക്രിസ്തുവാണ്. എനിക്ക് ഒരാൾ മാത്രമേ പരിചയമുള്ളൂ ലോകത്ത്. എന്നാൽ നീ ഒരാളെ പരിചയപ്പെടേണ്ട വ്യക്തിയെ പരിചയപ്പെട്ടാൽ, 2024 പരിചയപ്പെട്ടാൽ, നിനക്ക് പരിചയമില്ലാത്ത ചില ബന്ധുക്കളെ, ചില ചേർച്ചക്കാരെ നിന്റെ സുഹൃത്തുക്കളാക്കി ദൈവം തരുന്ന വർഷം അതങ്ങനെ സംഭവിക്കുന്നു. അത് ആത്മാവിനെ കാണുന്നു. അതങ്ങനെ സംഭവിക്കുന്നതിനായി സ്തോത്രം ചെയ്യാണ്. നല്ല സുഹൃത്തുക്കളെ, നല്ല കൂട്ടുകാരെ, ഹല്ലേലൂയ, ഹല്ലേലൂയ, നല്ല സുഹൃത്തുക്കളെ ദൈവം തരുന്ന ഒരു വർഷമാണ്. മറക്കരുത്. ചില ബാല്യക്കാരുടെ ബാല്യക്കാരുടെ നിന്നും ഹല്ലേലൂയ പറയേണ്ട വ്യക്തിയാ പറയുന്നത് അല്ലേ. ഇന്ന് വേറൊരു വ്യക്തിയാണ് ഈ വയലിൽ നിന്ന് പറയുകയാണ്, മോളെ പറക്ക്, മോളെ പറക്ക്, മോളെ തിന്ന്, മോളെ കുടി, മോളെ കടി എന്ന് പറയുന്നെങ്കിൽ ഉടമസ്ഥൻ പറയും, ഇറങ്ങടി എന്റെ വയലിൽ നിന്ന്, അല്ലേ, ഇറങ്ങടി എന്റെ വീട്ടിൽ നിന്ന്. ഹല്ലേലൂയ. പക്ഷെ കയറ്റേണ്ടവൻ കയറ്റി വിട്ടാൽ, കയറ്റേണ്ടവൻ കയറ്റി വിട്ടാൽ, ഇരുത്തേണ്ടവൻ ഇരുത്തിയാൽ 2024 പറയത്തില്ല. ആത്മാവുള്ളവർ പിടിച്ചെടുത്തോ, ആത്മാവുള്ളവർ പിടിച്ചെടുത്തോ, പ്രാപിച്ചോ, പ്രാപിച്ചോ. പ്രാപിക്കേണ്ടത് നല്ലപോലെ പ്രാപിച്ചോ. ഹല്ലേലൂയ. ദൈവക്കതിരിന്റെ ഇടയിൽ ആത്മ പറയുന്നു, ചില കതിരിന്റെ ഇടയിൽ പരിശുദ്ധാത്മാവ് നിയോഗത്താൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ശുശ്രൂഷയാണ്. എല്ലാവരെയും ആമേ ഹല്ലേലൂയ കറ്റിടയിൽ കയറ്റത്തില്ല. പക്ഷേ ചിലവരെ, ബാല്യക്കാരുടെ ഇടയിൽ ചിലവരെ, അതിൽ പറഞ്ഞ ചിലവരിൽ ഞാനുമുണ്ട് കർത്താവേ. നീ പറഞ്ഞ ചിലരെ കയറ്റുമ്പോൾ ഞാനുമുണ്ട് കർത്താവേ. ചിലരുടെ ഇടയിൽ അപ്പാ 2024 പിടിച്ചെടുത്തു. അപ്പാ യേശുവേ, എന്നെ കൂടെ ഒന്ന് കയറ്റിവിട്, എന്നെ കൂടെ ഒന്ന് കയറ്റിവിട്. യെസ്, യെസ്. ശഗന രഗന ധീന രഗന അടന രഗന ധീന രഗന അടനബ രീഗമ രാജബ ധീന രഗനെ അസ്തൽ പ്രൗഢ ധീന രഗന. ഓ പരിശുദ്ധാത്മാവ്, ഓ വീണ്ടും ശക്തമായി പറയുന്നു, ഈ വർഷം നിന്നെ കയറ്റി വിടും, കയറ്റി വിടും. നീ പിടികൊടുത്തില്ല എങ്കിൽ നിന്നെ പിടിച്ചു കയറ്റുന്ന വർഷമാണ് 2024. ദൈവ കാറ്റയുടെ ഇടയിലേക്ക് ഒരു കൂട്ടം രക്ഷിക്കപ്പെട്ട ആത്മാവിന്റെ വിശുദ്ധിയുടെ നടുവിലേക്ക് കയറ്റി വിടുന്നുണ്ട് കേട്ടോ. യെസ്, നിന്നെ വിളിച്ച് വേർതിരിക്കുന്നുണ്ട്, നിന്നെ വിളിച്ച് വേർതിരിക്കുന്നുണ്ട്. ദൈവം വേർതിരിക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്നവരൊക്കെ പിടിച്ചെടുത്തോ. യേശുവേ, ഞാൻ ഒരാളടുത്ത് മാത്രമല്ല, ഇവിടെ നിൽക്കുന്ന നിങ്ങൾ എല്ലാവരും പ്രാപിച്ചോളണം, ഇവിടെ എല്ലാവരും പ്രാപിച്ചോളണം. യേശുവേ എന്നുള്ള വിളിച്ചോളണം. ഈ വർഷം ഒന്ന് കയറ്റി വിടണം, ഒന്ന് കയറ്റി വിടണം. അപ്പാ എന്നെ ഒന്ന് കയറ്റി വിടണം. ഈ കഷ്ടതയിൽ നിന്നും, ഈ വേദനയുടെ നടുവിൽ നിന്നും, അനുഭവിക്കുന്ന തീരാത്ത പട്ടിയുടെ നടുവിൽ നിന്നും, രോഗത്തിന്റെ നടുവിൽ നിന്നും, ശാപത്തിൽ നിന്നും, പാപത്തിൽ നിന്നും എന്നെ ഒന്ന് കയറ്റി വിടൂ. സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. അങ്ങനെ അടുത്ത് പറയുന്നു, അവൾ കറ്റയുടെ ഇടയിൽ നിർത്തിയിട്ട് പെറുക്കിക്കൊള്ളട്ടെ, ഉപദ്രവിക്കാതെ അവൾക്കായി. അടുത്ത് പറയുന്നു, അടുത്ത്
ശക്തമായി പിടിച്ചെടുത്തോളണം. അവസാന സെക്കൻഡുകളാണ്. വേറെ ഒരു ചിന്തയോടെ ഇരിക്കരുത്. അടുത്ത സന്തോഷത്തിന്റെ ദൂത അടുത്ത് പറയാൻ പോകുന്നത്, അടുത്ത കൊള്ളയുടെ ഒരു ദൂത പറയാൻ പോകുന്നത്. കൊയ്ത്ത് സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തിന്റെ സന്തോഷം പോലെ ആണെങ്കിൽ, സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തിലെ സന്തോഷമാകണമെങ്കിൽ അടുത്ത് വായിക്കുന്നു. വായിച്ചേ. അവർക്കായി കറ്റകളുടെ ഇടയിൽ നിന്ന് ചിലത് വലിച്ചിടണം. അവൾക്കായിട്ട് കറ്റകളുടെ ഇടയിൽ നിന്നും ചിലത് വലിച്ചിടണം. അതാ 2024 കാറ്റയുടെ ഇടയിൽ നിന്നുകൊണ്ട് സ്വർഗത്തിലെ ദൈവം നിനക്ക് വലിച്ചിട്ട് തരുന്നുണ്ട്. പിടിച്ചെടുത്തോ. ഓ അടബല തലബല ശന്തല ബൗഡ അടന രഗന ദീന രഗന അടബല തലബല ശന്തല ബൗഡവ രാജവദീന അസ്തൽ പ്രൗഡവ രാജവദീന രഗനെ. ഓ യെസ് 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 യെസ്. പ്രാപിക്ക. യെസ്. ചിലത് നിനക്ക് വേണ്ടി ചില വലിച്ചിടാൻ പോകുന്ന വർഷം. കാറ്റയുടെ ഇടയിൽ നിന്നുകൊണ്ട് ദൈവം വലിച്ചിടുന്ന വർഷം. ഓ ഓ ഓ ഓ അതാ രാജാ ദീന ദീപ വൈഡ മാന ദീന രഗന അതാ ദീപ വൈഡ മാന. ഓ ഒരു കൊയ്ത്തുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് വന്നത് നിന്നെ നോക്കി പറയുന്നു, നീ പരദേശിയ. ഒരു കൊയ്ത്തുണ്ട്. ചിലത് നിനക്ക് വേണ്ടി വലിച്ചിടുന്നുണ്ട്. ഒരു കൊയ്ത്തുണ്ട്. പിടിച്ചോ. ഒരു കൊയ്ത്തുണ്ട്. പരിശുദ്ധ പറയുന്നു, ഒരു കൊയ്ത്ത്. നിനക്കൊരു കൊയ്ത്തുണ്ട്. പിടിച്ചെടുത്തോ. 2024 നിനക്ക് ദൈവം ചെലവിട്ടുണ്ട്. പ്രാപിച്ചോ. യെസ് 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 യെസ്. പ്രാപിച്ചോ. യെസ് 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 യെസ്. പ്രാപിച്ചോ. വലിച്ചിരുന്നുണ്ട്. ചില വലിച്ചിരുന്നുണ്ട്. ദൈവം നിനക്ക് ചില വലിച്ചിടും. ഈ വർഷം വലിച്ചിടും. പിടിച്ചെടുക്കാൻ തയ്യാറായിക്കോ. നീ പിടിച്ചെടുക്കാൻ തയ്യാറായിക്കോ. യെസ് യെസ്. വിട്ടോട് പറ. ഞാൻ രൂത്ത, ഒരു പരദേശിയ. യെസ്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത്
ആത്മാവിൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അത് എനിക്ക് ആത്മാവിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ട്. കാര്യം എന്തെന്നറിയാമോ? ബോവാസ് പറഞ്ഞു, ബാല്യക്കാരോട് ഇങ്ങനെ പറഞ്ഞു, അവൾക്ക് വേണ്ടി കറ്റകളുടെ ഇടയിൽ നിന്നുണ്ട് ചിലത് വലിച്ചിടണം. ഹല്ലേലൂയ. നീ പറക്കുന്നത് മാത്രമല്ല, 2024 നിനക്ക് വേണ്ടി കറ്റകളുടെ ഇടയിൽ നിന്ന് ചിലത് വലിച്ചിടത്തക്കവണ്ണം ഒരു അനുഗ്രഹം അത് ആത്മാവിന് മനസ്സിലാവുന്നവർ പ്രാപിച്ചോ. ആത്മാവിന് കിട്ടുന്നവർ പിടിച്ചെടുത്തോളണം. എല്ലാവർക്കും ദഹിക്കണില്ല, എല്ലാവർക്കും ദഹിക്കാൻ പറ്റണില്ല. ഇതെല്ലാവർക്കും ദഹിക്കണില്ല. ദഹിക്കുന്നവർ പിടിച്ചെടുക്കുക. പലയിടത്തും വന്ന ആലോചന ദഹിക്കണില്ല. എടാ, ദഹിക്കുന്നവർ പിടിച്ചെടുത്തോ. നീ പിടിച്ചെടുക്കും, നീ പിടിച്ചെടുക്കും, നീ പിടിച്ചെടുക്കും, നീ പിടിച്ചെടുക്കും. യെസ്. ഓ അഥന രഗന ധീന രഗന. ഓ എടാ, ദഹിക്കുന്നവർ പിടിച്ചോളൂ. ദഹിക്കുന്നവര് വലിച്ചിടുമ്പോ അത് പ്രാപിച്ചോളണം. എവിടെന്നാ? കറ്റകളുടെ ഇടയിൽ നിന്നുകൊണ്ട് നിനക്ക് ചിലത് സ്വർഗത്തിലെ ദൈവം പറയുന്നു വലിച്ചിട്ടരാൻ പോകുകയാണ്. നീ മറ്റുള്ളവരെ കയ്യിൽ നിന്ന് വീണത് മാത്രമല്ല, എല്ലാവരും തിന്നിട്ട് ശേഷിപ്പല്ല തരാൻ പോകുന്നത്. ഹല്ലേലൂയ. എല്ലാവർക്കും കൊടുത്തിട്ട് അവസാനം കാണും ഒന്നും കാണത്തില്ല. നീ വെറും വയറോടെ കിടക്കത്തില്ല. 2024 നീ എല്ലാവർക്കും വെച്ച് വിളമ്പിയിട്ട് നീ വെറും വയറോടെ കിടക്കത്തില്ല, പട്ടിണി കിടക്കത്തില്ല. നിനക്ക് വേണ്ടി ദൈവം കറ്റകളുടെ ഇടയിൽ നിന്നുകൊണ്ട് ചിലതിനെ വലിച്ചിട്ടരാൻ പോകുകയാണ്. അതാ പറഞ്ഞത്. സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തിലെ സന്തോഷം പോലെയോ. ഹല്ലേലൂയ. ആമേൻ, ആമേൻ. പിടിച്ചോ, പിടിച്ചെട്. എടാ, ആത്മാവളെ പിടിച്ചെട്. നിനക്ക് വലിച്ചിട്ടരും. നിനക്ക് വേണ്ടി ദൂതന്മാർ ഇറങ്ങുന്നുണ്ട്. നിനക്ക് വേണ്ടി ദൂതന്മാർ ഇറങ്ങുന്നുണ്ട്. ദൂതന്മാർ ഇറങ്ങുന്നുണ്ട്. അത് കിട്ടുന്ന ഒരു കരം അടിച്ച് പ്രാപിച്ചോ. എനിക്കത് കിട്ടും. അങ്ങനെ ഉള്ളൊരു കരം അടിച്ച് പ്രാപിച്ചെടുത്തോ. അല്ലാത്തൊരു കൈയും കെട്ടി നിന്നോ. ഹല്ലേലൂയ. ആത്മാവിന് നിറയുന്നവനെ കൊണ്ടുപോകൂ. ആത്മാവിന് നിറയുന്നവനെ കൊണ്ടുപോകൂ. ഓ ഓ ശബല രഗന ധീന രഗന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അസ്തൽ പ്രൗഢവ രന്തല മൗഢവ രാജവ ദീന അടന രഗനെ ധീന രഗന വൈഡ മാന. നീ ഓടി അല്പം മാത്രം. നീ രാവിലെ അധ്വാനിച്ചാൽ അതുകൊണ്ട് ജീവിക്കാൻ പറ്റൂല. നിന്റെ അധ്വാന ഫലത്തോണ്ട് ഒന്നും നേടാൻ പറ്റൂല. പക്ഷെ നീ നേടാത്തത്, നീ പറക്കാൻ കഴിയാത്തതിന് നിനക്ക് വേണ്ടി സ്വർഗത്തിലെ തമ്പുരാൻ നിനക്ക് വേണ്ടി വലിച്ചിടുന്ന വർഷമാണ് 2024. വലിച്ചിട്ടരും, 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 വലിച്ചിട്ടരും. എങ്ങനെ ഇടും? ഇടുന്നില്ലേ? എങ്ങനെ ഇടും? കൈ കൊടുത്ത് പറ. വലിച്ചിട്ടരും. മുഖത്തോക്കി പറ. കാറ്റകളുടെ ഇടയിൽ നിന്നുകൊണ്ട് അവന് വലിച്ചിട്ട് കൊടുക്കുന്ന വർഷം. ഓ 2024 ഈ തലമുറകൾക്ക് വലിച്ചിട്ട് കൊടുക്കും. പിടിച്ചെടുത്തോ, പിടിച്ചെടുത്തോ, പിടിച്ചെടുത്തോ. സമ്മതം മൂടിയ പോരാ. ഞാൻ രൂത്ത, ഞാൻ അന്യദേശക്കാരിയാ. എനിക്ക് ആ ഉടമസ്ഥൻ ആരുമില്ലെങ്കിലോ നിന്നെ വീണ്ടെടുക്കുന്നൊരു ബോവാസ് ഉണ്ട്.
നീ ഉടമസ്ഥനുള്ളൊരു വയലിലാണ് നിൽക്കുന്നത്. നിന്റെ വീണ്ടെടുപ്പുകാരൻ 2024 ഒരു ബോവാസാണ്. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവമാണ്, കർത്താവ് യേശു ക്രിസ്തുവാണ്. നിന്നെ രക്ഷിക്കുന്നത് കർത്താവ് യേശു ക്രിസ്തുവിന് മാത്രമേ പറ്റൂ. ഒന്ന്, ഇന്ന് അനുഭവിക്കുന്ന കടഭാരങ്ങൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, നിങ്ങൾ അനുഭവിക്കുന്ന ഞെരുക്കങ്ങൾ, ഇതിനൊരു അറുതി വരണമെങ്കിൽ എൻ്റെ കർത്താവ് യേശു ക്രിസ്തു വിചാരിച്ചാലേ പറ്റൂ. നിങ്ങൾ അനുഭവിക്കുന്ന തീരാ രോഗങ്ങൾ, ശാപങ്ങൾ, പാവങ്ങൾ, ആമേ ഹല്ലേലൂയ, ഇതിന് അറുതി വരണമെങ്കിൽ യേശുവിനെ കഴിയൂ. യേശുവിനെ കൊണ്ട് പറ്റത്തുള്ളൂ. എൻ്റെ യേശുവിനെ കഴിയൂ. കാര്യമെന്താ? അവൻ മനസ്സലിവുള്ള ദൈവമാണ്. അവൻ നിന്നെ ഐശ്വര്യമായിട്ട് അനുഗ്രഹിക്കാൻ പോകുക. ഓ, അത് ആരംഭത്തിൽ കഴുകുന്നത് മറക്കരുത്. കറ്റകട ഉള്ളടുത്തെന്ന് ഇട്ട് വരും, ഇല്ലാത്തടത്തൊന്നും അല്ല തരാൻ പോകുന്നത്. കറ്റകളുടെ ഇടയിൽ നിന്നുകൊണ്ട് നല്ല കതിരുകളെ, പുഷ്ടിയുള്ള കതിരുകളെ ദൈവം നിനക്ക് വേണ്ടി വലിച്ചിട്ട് വരും. അതാ പറഞ്ഞ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്ത് കാലത്തിലെ സന്തോഷം പോലെ ആകും. ഓ ഹല്ലേലൂയ. അതാ പാടിയത്, കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയണമേ. കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയണമേ. കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയണമേ. ആത്മാവുള്ളവനെ നിറയൂ. എടാ, ആത്മാവുള്ളവനെ നിറയൂ. കൊയ്ത്ത് കാലത്ത് ആത്മാവ് വേണം, അകത്തൊരാത്മാവ് വേണം. നിറയാൻ വിട്ടുകൊടുക്കണം. ആത്മാവില്ലെങ്കിൽ പറ, എൻ്റെ യേശുവേ എന്നെ ഒന്ന് നിറയ്ക്കണമേന്ന്. 24 നിറയ്ക്കുന്ന വർഷമാണ്. കൊയ്ത്ത് കാലത്തിലെ സന്തോഷം ആത്മാവിൽ നിറയ്ക്കുന്ന വർഷം. കൊയ്ത്ത് കാലത്തിലെ സന്തോഷം ആത്മാവിൽ നിറയ്ക്കുന്ന വർഷമായി ഞാനതിനെ ബ്ലസ് ചെയ്യുന്നു. ഹല്ലേലൂയ. കണ്ടടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നിൽക്കുമ്പോൾ തന്നെ കണ്ടടയ്ക്കാം, പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനായ സ്വർഗ്ഗ നല്ല പിതാവേ, ഈ നല്ല കൃപയ്ക്കായി സ്തോത്രം. ഇതുവരെ വചന ശക്തമായി ഇടപെട്ടനായി സ്തോത്രം. കർത്താവേ, കൊയ്ത്ത് കാലത്തെ സന്തോഷം അപ്പാ ആത്മാവിൽ നിറയുന്നത്തക്കവണ്ണം അങ്ങ് ഞങ്ങൾ നിറച്ചനായി സ്തോത്രം. ഈ അടിയൻ 8 ദിവസവും സഭ 7 ദിവസവും ഉപവസിക്കുമ്പോൾ അടിയൻ ആത്മാവിൽ നിറയണം, ആത്മാവിൽ നിറയണം. ചിലത് ദൈവം വലിച്ചിടുന്നു. മുറിഞ്ഞപാല സഭയ്ക്ക് വേണ്ടി ചില വലിച്ചിടുന്നുണ്ട് ദൈവം. 2024 ഈ സഭയ്ക്ക് വേണ്ടി മാത്രമല്ല, ഈ വചനം കേൾക്കുന്ന ഏവർക്കും, ലോകമെമ്പാടും ഉള്ള ദൈവമക്കൾക്കും ദൈവദാസന്മാർക്കും ദൈവം വലിച്ചിടുന്ന വർഷമാണ് ഇത്. തിരുവനന്തപുരം സിറ്റിക്ക് മാത്രമല്ല, തിരുവനന്തപുരം പട്ടണം വിട്ടും നാട്ടും പ്രദേശത്ത് സംഭവിക്കുന്നുണ്ട്. നാട്ടും പ്രദേശത്ത് സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് വനത്തിനകത്ത് സംഭവിക്കുന്നു, അത് കൊടും വനത്തിനകത്ത് സംഭവിക്കുന്നുണ്ട്, അത് മരുഭൂമിയിൽ സംഭവിക്കുന്നുണ്ട്. അതാ വിദേശ രാജ്യങ്ങളിൽ, ലോക രാഷ്ട്രങ്ങളിൽ ഇത് സംഭവിക്കുന്നുണ്ട്. വചനം ദൈവം അനുഗ്രഹിക്കണം, ബലപ്പെടുത്തണം. കർത്താവെ, ഒരു വ്യക്തി പോലും നിരാശയോടെ പോകരുത്. ഈ വർഷം സകലത്തിൻ്റെ മേൽ നിറയപ്പെട്ടവരായി സന്തോഷം, കൊയ്ത്തുകാൽ സന്തോഷം പോലെ ആയിരിക്കാൻ സ്വർഗ്ഗം സഹായിക്കുന്നതിനായി സ്തോത്രം. മന്ന ടിവിയിലൂടെയും മീഡിയ ടുഡേയിലൂടെയും യൂട്യൂബ് ചാനലിലൂടെയും ശ്രമിക്കുന്ന ദൈവമക്കളെ ഏവരെയും ദൈവ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.